നമ്മളെ ഞാനീ പറഞ്ഞ കാര്യം ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ട് ഒരു 4-5 പേർക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്താണ് ഒരു വിഷമം, ചലഞ്ചസ്, ഓക്കെ. അതുപോലെ എന്താണ് നിങ്ങൾ ബാക്ക് അടിക്കാനുള്ള കാരണം, അതായത് സ്ലോ ആവാനുള്ള കാരണം, നമ്മളിൽ വിശ്വാസം ഉണ്ടാവും, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഒരു 5-6 ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനോട് ഞാൻ അത് ബേസായിട്ടായിരിക്കും ഇന്ന് സംസാരിക്കുന്നുണ്ടാവും. പഴയ ആൾക്കാരാവാം, പുതിയ ആൾക്കാരാവാം, ഒരു മടിയും വേണ്ട. ഞാൻ ഇത്ര സീനിയറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തും വിചാരിക്കും, എന്നോട് ഓൺലൈൻസ് എന്തും വിചാരിക്കും, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ആർക്കും ചോദിക്കാം, ഒരു 5 പേർക്ക് സീരിയസ് ആയി ചോദിക്കാം. അതായിരിക്കും ഞാൻ ഇന്ന് എൻ്റെ സംസാരിക്കുന്നുണ്ടാവും. അത് സംസാരിക്കാതെ ആൾക്കാർ, ലീഡർമാർ സംസാരിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആളെ നോട്ടീസ് ചെയ്യും. നിങ്ങൾ അത്രക്കും സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കും. ഓക്കെ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ ടൈപ്പ് ചെയ്ത് ഞാൻ മെസ്സേജ് തരില്ല, അൺമ്യൂട്ടാക്കി സംസാരിച്ചാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. വായിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. 1 മണിക്കൂർ സെഷനാണ്. ടൈപ്പ് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല. ഞാൻ വായിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷേ അതിന് റിപ്ലൈ തരില്ല. ഒരു 5 പേർക്ക് ചോദിക്കാം. ചിലപ്പോൾ ആ അഞ്ച് ആൾക്കാരുടെ ക്വസ്റ്റ്യൻ മറ്റുള്ളവർക്കും കൂടെ ആൻസർ ആയിരിക്കും. ഞാൻ അത് കവർ ചെയ്ത് പറയാം. ആരാണ് ഞാൻ തന്നെ ആദ്യം ചോദിക്കാം. ചോദിച്ചു? ബീന ചോദിച്ചു. ഞാൻ തന്നെ ബീന. ഓക്കെ, പറയൂ. എനിക്ക് ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും എൻക്വയറി ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് റിപ്ലൈ കൊടുത്തു കഴിയുമ്പം അവര് സെറ്റായി വരുന്നില്ല, സൂമിലോട്ട് കണക്ട് ആവുന്നില്ല. ഓക്കെ, ഇതാണ് ബീനയുടെ പ്രശ്നം. ഇത് തന്നെയായിരിക്കും എനിക്ക് ഇതിൽ 95%, 100% ആൾക്കാർ ഒരു പ്രശ്നം ഇത് തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ഒരാൾ പറയും. ഇത് എല്ലാവരും പ്രശ്നമാണ്, കോമൺ ആയിട്ട്. ഇത് എൻ്റെയും പ്രശ്നമാണ്, കുഴപ്പമില്ല. എന്നാലും മറ്റുള്ളവരുടെ പ്രശ്നം പറയും. ആർക്കും ഒരു പ്രശ്നം എന്തൊക്കെ പ്രശ്നം? പറഞ്ഞു. ഞാൻ ഷോപ്പിലാണ്, തിരക്കിലാണെങ്കിലും ബിസിനസ് സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്റെ പ്രശ്നം പറഞ്ഞാല് ടീം മീറ്റിംഗ് കൊണ്ടുവരാൻ ടൈമില് കസ്റ്റമർ ടീമിൽ കൊണ്ടുവരാൻ അത് വിളിച്ചിട്ടാണ്ട് പറയണം ആ ടൈം ആവുമ്പോ. അപ്പോഴാ ആൾക്കാർ മീറ്റിംഗ് കയറുന്നുള്ളൂ. ഓക്കെ ഓക്കെ, എന്റെ പ്രശ്നം. അടുത്ത പറയും. ഒരാൾ 2-3 കൂടെ പറയാം. ബാക്കി എല്ലാവർക്കും സ്മൂത്ത് ആയിട്ട് പോകുന്ന അർത്ഥം. ആർക്കും പ്രശ്നമൊന്നുമില്ല. പറയും. ഇത് രണ്ടും തന്നെയാണ് പ്രശ്നം മുജീബിന്റെ. ഇത് തന്നെയായിരിക്കും മിക്ക ആൾക്കാരുടെ പ്രശ്നം. അൺമ്യൂട്ടാക്കാം, എല്ലാവർക്കും അൺമ്യൂട്ടാക്കാം. ഞാൻ ആരും മ്യൂട്ടാക്കിയില്ല, ഞാൻ ഇത് കഴിഞ്ഞ ശേഷം മ്യൂട്ടാക്കുള്ളൂ. ആദ്യം ആ സൈഡിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ താഴെ ഒരു ചുമന്ന മുല്ലപ്പൊട്ട് പോലത്തെ സാധനങ്ങൾ, അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആദ്യം അൺമ്യൂട്ട് ആക്കിയിട്ടില്ല, ചോദിച്ചോളൂ. സർ, എന്റേത് മുമ്പ് ഫോർവേഡ് വർക്ക് ചെയ്തോണ്ട് ഇതെന്ന് തന്നെ പറഞ്ഞിട്ട് ആരും വരുന്നില്ല. അത് നിങ്ങളൊരു മുന്നേ ഒരു കമ്പനി വർക്ക് ചെയ്തതിന്റെ പ്രശ്നം. ആ പേടി കൊണ്ട് ആൾക്കാർക്ക് മടിയുണ്ട്. ഓക്കെ, അതന്നെ, അത് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. ഓക്കെ, അടുത്ത വേറെ 2 പേരും കൂടെ പറയാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും എനിക്ക് പറയാനേ ഇല്ല അതിൻ്റെ അകത്ത്. പക്ഷെ ഇനി വലിയ ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. പറഞ്ഞു സജിനി മേഡം. ഐഡി എടുത്തവരെ ആക്റ്റീവ് ആക്കിക്കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഓക്കെ, ആ ഒരു പ്രശ്നം എന്റേതുണ്ട്, ഞാനും പറയാൻ വേണ്ടിയിരിക്കായിരുന്നു. ഐഡിയ ഒക്കെ നല്ല ഉഷാറിൽ എടുക്കും, പിന്നീട് ഒരു മറുപടി ഉണ്ടാവില്ല. എത്ര മെസ്സേജ് അയച്ചാൽ എടുക്കൂല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂല, ആക്ടിവേഷൻ ചെയ്യൂല. ഇതൊക്കെയുള്ള ഒരു പ്രോബ്ലം. പിന്നെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ലിങ്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരെ സൂമിലേക്ക് കണക്ട് ആക്കാൻ ഭയങ്കര പാടാണ്. വിളിച്ചു പറഞ്ഞാലും അധികം ആളുകളും ചില ആളുകൾ മാത്രം കയറും, ചില ആളുകൾ കയറും. ഒരാളും കൂടി ചോദിച്ചോ, കാരണം ഇതെല്ലാം എന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ സിജ ചോദിച്ചോ. സാർ, നമ്മള് ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ റിപ്ലൈ തരുന്നില്ല. ചിലർ പറയുന്നത് ഇതുപോലെ ഒരുപാട് കമ്പനികളുണ്ട്, അവര് വരുന്നു, അവര് കുറെ സാധനം തരുന്നു, അങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു തരത്തിലും നമുക്ക്
മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്ലൈ പോലും തരുന്നില്ല. ഓക്കെ, ഇത് ഏകദേശം എല്ലാവർക്കും ഉള്ളതും എനിക്കുള്ളതും പ്രശ്നം തന്നെയാണ് അല്ല, ഇതെല്ലാ പ്രശ്നം എനിക്കുണ്ട്. ഓക്കെ ഓക്കെ, ഇനി സാധനങ്ങൾ ലിസ്റ്റ് ചോദിക്കും ചിലവര്. ആ സാറേ, ആ നമ്മളെ ഇതിലുള്ള സാധനങ്ങളെ ലിസ്റ്റ് ചോദിക്കും. അങ്ങനെ നമ്മള് ഇതിലുള്ള സാധനങ്ങളെ ലിസ്റ്റ് ഒക്കെ കൊടുക്കും. പിന്നെ ഒരു അഡ്രസ് ഉണ്ടാവില്ല. അത് വില കൂടുതലാന്നുള്ള ചിന്ത വരും അവർക്ക്. ഓക്കെ, വില അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണില്ല. നിങ്ങൾ കാറ്റലോഗ് അയച്ചു കഴിഞ്ഞാൽ MRP നമ്മള് ഉണ്ടാവും. MRPയിൽ വില കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ അവർ അവിടെ അങ്ങ് തീരുമാനം എടുക്കും, വേണ്ടാന്ന് വയ്ക്കും. ഓക്കെ, ഇനി ഓക്കെ, ഇത്രയും ഏകദേശം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് വേറെ ആർക്കും ഉണ്ടോ? കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർക്കും ഒരു ഇതെല്ലാം പുതിയ ആൾക്കാരെ ചോദിച്ചു. പഴയ ആൾക്കാർക്കാർക്കും പ്രശ്നമൊന്നുമില്ല. സിബീനെ മാത്രമേ കുറച്ച് സീനിയർ ആയിട്ട് ചോദിച്ചുള്ളൂ. ഇതന്നെ ആയിരിക്കും എല്ലാവരുടെ പ്രശ്നം ഇതന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, അതുകൊണ്ട് അതേപോലെ വേറെ സാറേ, നമ്മള് ഐഡി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്രസ് ചോദിക്കല്ലോ, ആ ആധാർ. പ്രൂഫ്. അപ്പോഴും കുറെ ആൾക്കാർ ബാക്കോട്ട് പോകും. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി. ഇന്നൊരു കാര്യത്തിന് ഉത്തരം തന്നിട്ടില്ല പറഞ്ഞാൽ മതി. ഓക്കെ, സുഷിതയ്ക്ക് ഒന്നും കൊണ്ട് ചോദിച്ചോ? വിനോദം എന്തോ സുഷിത എന്തോ ചോദിക്കുന്നുണ്ടേ? സാർ, ഇതിൽ ഈ ഒരു ടീം മീറ്റിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും. കാരണം ഇന്ന് ഐഡിയ എടുത്ത വ്യക്തികൾ വരെ ഈ ഒരു ടീം മീറ്റിലേക്ക് കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോ ഈ സംശയങ്ങൾ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഓക്കെ, 93 പേരുണ്ട്. 7 പേരെ കയറ്റാൻ പറ്റുമോ? സെഞ്ചുറി അടിക്കാൻ പറ്റുമോ? ഹൗസ്ഫുൾ എന്നൊരു പേരാക്കാൻ 7 പേര്. നിങ്ങൾ ആരെങ്കിലും കാര്യമായിട്ട് വിട്ടുപോയിട്ട് വെട്ടൊന്ന് കയറ്റിക്കോട്ടോ. ഒരു 7 പേരെ കയറ്റി കഴിഞ്ഞാൽ വളരെ ഉഷാറായി. ഇത് എൻ്റെ ഒരു സ്വപ്നമാണ്. 100 പേരുള്ള ഒരു ടീം മീറ്റും 100 പേരുള്ള CEP ഒക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഓക്കെ, ഇതുവരെ ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നം. ഇത് ആർക്കും ഒരു വെറൈറ്റി അല്ല. ഇത് ആരെയും കുറ്റം പറയാനും പറ്റാത്ത ചോദ്യങ്ങളാണ്. കാരണം ഒന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞ പോലെ കാറ്റലോഗ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനകത്ത് പ്രൈസ് ഓൾറെഡി അവർ കണ്ടു. 67 രൂപയുടെ പേസ്റ്റ് അവരെ കാറ്റലോഗിൽ കാണുന്നത് 80 രൂപയാണ്. ഓൾറെഡി 10 രൂപക്ക് പേസ്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും ഈ കാറ്റലോഗ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അവരെ മൈൻഡിൽ ഓടുന്നത് 10 രൂപക്ക് കടയിൽ പേസ്റ്റ് കിട്ടാനുണ്ട്, അതുകൊണ്ട് ഇനി ഇതിലേക്ക് വാങ്ങിക്കേണ്ടെന്നുള്ള കാര്യം അവരുടെ മൈൻഡിൽ വരുന്ന ഒറ്റ ചോദ്യം എന്താണ്? ഇത്രയും വില കൂടുതൽ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ എന്തിനാ വരുമാനം ഉണ്ടാക്കുന്നത്? അവരെ ചിന്ത വരുന്നത് സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ട് നമുക്ക് ശമ്പളം തരുന്നുള്ള ചിന്തയാണ് അവരുടെ മൈൻഡിൽ ആദ്യം വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഓൺലൈനിലൂടെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സൂമിലൂടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ 22 ലക്ഷം രൂപയും 65 ലക്ഷം രൂപയും 1 കോടി രൂപയും വരുമാനം വാങ്ങിക്കുന്ന ആൾ ചെയ്യുന്നത് സൂമിലല്ല, അവർ ഫിസിക്കലാണ് ഓൾറെഡി ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു ബിസിനസ് സൂമിലൂടെ ചെയ്തിട്ട് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന 100 പേരെ ക്രിയേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള റെക്കോർഡും കൂടെ സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ബിസിനസ് ചെയ്യുന്നത്. 100% അത് നേടിയെടുക്കും. അത് നേടാൻ സാധിക്കും. എന്നോട് മിനിഞ്ഞാന്നും കൂടെ SP ഭരത് സാർ പറഞ്ഞു, വലിയൊരു ബിസിനസ്സിലേക്ക് പോകാൻ സൂമിലൂടെ നടക്കില്ല, ഫിസിക്കലിലേക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ. എനിവേ അതൊന്നല്ല വിഷയം. ഒന്ന്, നമ്മളെ ആൾക്കാർ, എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? കൈ കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇല്ല സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ചെറുതായിട്ടൊരു ബ്രേക്ക് ആണ്. അതിൻ്റെ നെറ്റ് ചെറിയൊരു ചലഞ്ച് കണ്ടു, അതാണ് ചോദിച്ചത്. നമ്മൾ ഇതിൽ മിക്ക ആൾക്കാരും ബിസിനസ് ചെയ്യുന്നത്, വിന്നിങ് ടീമിലെ ആൾക്കാർ ആരായി ചെയ്യുന്നത്, അവരുടെ എല്ലാം ഡ്രീമാണ് ഈ ഒരു ബിസിനസ്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ. ഇതിൽ 10 ലക്ഷം രൂപ വരുമാനം കിട്ടും എന്ന് തോന്നുന്ന ആരെങ്കിലുണ്ടല്ലോ? ഇതിലൂടെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാം, അത് നേടിയെടുക്കാൻ സാധിക്കും. 100% വിശ്വസിക്കുന്ന ആളുണ്ടോ? ഞാൻ 100% ഇതിലൂടെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും, അത് നേടിയെടുക്കുന്ന ഉറപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അത്രത്തോളം വേണ്ട 5000 രൂപ മതി എന്നായിരിക്കും പല ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇന്ന് എനിക്ക് ഒരാളെ മെസ്സേജ് 100 രൂപ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. 100 രൂപ കിട്ടിയാൽ ഹാപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് 100 PBയിൽ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചാൽ 100 രൂപ കിട്ടും, 94 രൂപ കിട്ടും കേട്ടോ. അതല്ല, ഒരു 10 ലക്ഷം രൂപ ഈ ഒരു വെസ്റ്റീജിലൂടെ വാങ്ങിക്കാൻ സാധിക്കും എന്ന് 100% വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 100% ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്കത് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ എനിക്ക് പല ആൾക്കാർ ഇപ്പോഴത്തെ ടൈമിൽ 2025 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്ന, സാറേ എനിക്ക് ഇതിലൂടെ വിജയിക്കണം,
ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലൂടെ വിജയിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ അവരൊക്കെ നോട്ടീസ് ചെയ്തിട്ട് അവരൊക്കെ ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും ഞാൻ ഒരു മീറ്റിങ്ങിലും കാണുന്നുമില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. ഇനി അടുത്ത 2026 ജനുവരിയിൽ കാണുമെന്ന് എനിക്കറിയില്ല. അവർ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണം, വരുമാനം സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. പക്ഷേ എവിടെയാണ് പോയെന്ന് എനിക്കറിയില്ല. അവരോട് ഞാൻ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഇതിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ, അതും എനിക്കറിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇതിലൂടെ വരുമാനം ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ മീറ്റിങ്ങിലൂടെ പറയുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ലിങ്ക് അയക്കുമ്പോൾ, ഇത് ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നാട്ടിലൊരു കോള് ചെയ്യുമ്പോൾ, നിങ്ങൾ ലോക്കൽ കോൾ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒരു സെക്കൻഡ് എന്തോ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് സംസാരിക്കുന്നത്? പോലീസിൻ്റെ മെസ്സേജാണ്. ആരെങ്കിലും വർക്ക് ഫ്രം ഹോം എന്നുള്ള കോള് വന്നു കഴിഞ്ഞാൽ ഒന്നിക്കത് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇതിങ്ങനെ ഒരുപാട് ഫ്രോഡ് പരിപാടികൾ, ഉടായ്പ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അയക്കുന്ന മെസ്സേജസ് ആൾക്കാർ നോക്കാത്തത്. ശരിയല്ലേ? നമ്മുടെ മെസ്സേജ് ആൾക്കാർ, എല്ലാവർക്കും വരുമാനം വേണം, ആഗ്രഹമുണ്ട്, വിജയിക്കണം. ഒരുപാട് ഉടായ്പ കമ്പനികൾ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ടാണ് നമ്മൾ അയക്കുന്ന മെസ്സേജ് വരെ. ഇന്ന് 75 പേർക്ക് ഞാൻ അയച്ചു. എൻ്റെ വോയിസ് മെസ്സേജും ടൈപ്പ് ചെയ്ത മെസ്സേജ്, ഞാൻ ആദ്യം വോയിസ് അയക്കുമ്പോൾ അവർ കേൾക്കൂല വെച്ചിട്ട് വോയിസ് അയച്ചു. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്ത മെസ്സേജ് അയച്ചിട്ടും ഒരാൾ മാത്രം ഹായ് ഇതെന്താണ് പ്രൊമോഷൻ ആണെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. സന്തോഷമായി, ഒരാളെങ്കിലും ചോദിച്ചുള്ളൂ. 75 പേർക്ക് അയച്ചിട്ട് മനസ്സിലായി. ഇത് അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഇതെനിക്കുമുള്ള പ്രശ്നം തന്നെയാണ്. ഇത് ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മൊത്തം പല ഉടായ്പിലും പോയി പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഓരോ ബിസിനസ്സിൽ പോയി ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആര് പറഞ്ഞാലും വിശ്വസിക്കാതെ, നമ്മളെ സ്വന്തം കൂട്ടുകാർ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. നേരിട്ട് പോയി പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. പക്ഷേ നമ്മൾക്ക് എന്താ ആവശ്യം? നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ നാട്ടിൽ ഇതിലാരെങ്കിലും LIC വർക്ക് ചെയ്യുന്ന ആരും ഉണ്ടോ? LIC വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരും ഉണ്ടോ? LIC ഏജന്റുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ ഗൾഫിൽ നിന്ന് ലീവിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തി ചായ കുടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ LICക്കാർ വീട്ടിൽ വരും, അല്ലേ? LICക്കാർ വീട്ടിൽ വരും, ഒരു പോളിസി എടുക്കാൻ പറയും. അപ്പോൾ തന്നെ ഓൾറെഡി 10-12 LIC പോളിസി എനിക്കുണ്ടാവും. ഇങ്ങനെ ഓരോ ലീവിന് പോകുമ്പോൾ ഓരോ ആൾക്കാർ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അത് 3-4-5 പ്രാവശ്യം കണ്ടിന്യൂ അടക്കും, പിന്നെ അടക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം അടച്ചുകൊണ്ടിരിക്കണമല്ലോ. ഈ LICക്കാർ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാം നമ്മൾ ജോയിൻ ചെയ്യാറുണ്ടോ? അവർ ഓരോ പോളിസി ആയിട്ട് വരുമ്പോൾ നമ്മളെല്ലാം ജോയിൻ ചെയ്യാറുണ്ടോ? അല്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നുണ്ടാവില്ലേ LICക്കാർ വന്നുകൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ ഇഷ്ടംപോലെ LICക്കാർ. ഇതെല്ലാം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാറുണ്ടോ? LICയിൽ ജോയിൻ ചെയ്യാറുണ്ടോ? ഇല്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകാറില്ലേ? അപ്പോൾ അവർക്ക് എത്ര ഫീലിങ്സ് വരുന്നുണ്ടാവും? എന്നുവെച്ചാൽ അവരാരും നിർത്തിയോ? LIC ഏജന്റ് പരിപാടി നിർത്തിയിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എന്തിനാ ചെയ്യണേ? അവർക്ക് LIC എന്ന് പറഞ്ഞാൽ ഏകദേശം TV-യിലൊക്കെ പരസ്യം കാണുന്ന ഒരു നല്ലൊരു കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. നമ്മൾ പൈസ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് കിട്ടും, അല്ലേ? നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് സേഫിന് വേണ്ടി നമ്മൾ LIC അടക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കുടുംബം സേഫാണ്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സേഫ് ആവണം. നമ്മൾ പൈസ അടക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടോ? വേറെ ഉണ്ടോ? മണി ബാക്ക് പോളിസിയൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് അധ്വാനിക്കുന്ന പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സേഫാണ്, നമ്മുടെ മക്കൾ സേഫാണെന്നുള്ള പേരിൽ നമ്മൾ അടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പോളിസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവർ സമീപിക്കുമ്പോൾ ഒരു 10-100 പേരെ കാണുമ്പോൾ ഒരു 5-10 പേര് LIC പോളിസി എടുക്കും. അവർക്ക് ആ ഒരു മാസത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി, അവർക്ക് ആ മാസത്തെ ശമ്പളം കിട്ടി, അല്ലേ? ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പോളിസി എടുക്കാൻ പോകുന്ന പോലെ ഈ വെസ്റ്റേജ് ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന് 10 പേർക്ക് പ്ലാൻ വാട്സപ്പിലൂടെ ഒരു വണ്ടിക്കൂലി പോലും കൊടുത്തിട്ടില്ല. LICക്കാർ ചിലപ്പോൾ ബൈക്ക് എടുത്തിട്ടായിരിക്കും, അല്ല കാർ എടുത്തിട്ടായിരിക്കും വീട്ടിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നടന്നിട്ട് വരുന്നുണ്ടോ. എന്നിട്ടും റിജക്ഷൻ കേട്ടവർ തിരിച്ചു പോകാറുണ്ട്. ആ ഒരാൾ സുഷിതൻ്റെ വീട്ടിൽ LIC പോളിസി എടുക്കുമെന്ന് ചോദിച്ചു. സുഷിതൻ നോ പറഞ്ഞപ്പോൾ അവൾ ഈ പരിപാടി നിർത്തി. അയ്യോ, ഞാൻ സുഷിതൻ്റെ വീട്ടിൽ പോയി അവർ റിജക്ഷൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ശരിയാവില്ല, നിർത്തി എന്ന് പറയലുണ്ടോ? ഏതെങ്കിലും LICക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? അവരെ ജീവിതകാലം മുഴുവൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? അവരെന്തുകൊണ്ടാണ് നിർത്താതെ? അവർക്ക് 100% ഉറപ്പുണ്ട് അതിനകത്ത് വരുമാനം കിട്ടുന്നുള്ളത്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഒരു 4 റിജക്ഷൻ കേട്ട് കഴിഞ്ഞാൽ സംഭവം സ്റ്റോപ്പ് ചെയ്തു, ഇതിൽ വരുമാനം കിട്ടില്ല എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ശരിയല്ലേ? ശരിയാണോ? അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം ഒരു റിജക്ഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം നമ്മൾ മാറ്റിയേക്കാണ്. അതിനാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക. വെസ്റ്റേജ് ബിസിനസ്സിലൂടെ നിങ്ങൾ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് കിട്ടുന്ന നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഒരു റിജക്ഷനും മൈൻഡ് ചെയ്യാതെ കണ്ടിന്യൂ വർക്ക് ചെയ്യുക. അതിനാണ് നമ്മൾ 90 ഡേയ്സ് മിഷൻ എന്ന് പറയുന്നത്. 90 ദിവസം ഇതിൽ കഴിക്കുന്ന 97 പേര്, ഒരു 3 പേരെ കയറ്റാൻ പറ്റുമോ? ഹൗസ്ഫുൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
97 പേരുണ്ട്. നിങ്ങളൊരു 90 ഡേയ്സ് മിഷൻ ജനുവരി 21-നാണ് നിങ്ങൾ ഈ 90 ഡേയ്സ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് അവസാനിക്കുന്നത് എനിക്കറിയില്ല. 90 ദിവസം കൂട്ടി വെച്ചിരുന്ന് എഴുതി വെക്കുക. ഈ ഒരു 90 ദിവസം നിങ്ങൾ ഈ LIC-കാരെ പോലെ ഒന്ന് വർക്ക് ചെയ്യാവോ? ആര് റിജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാലും ഈ 90 ദിവസം നിങ്ങളുടെ മനസ്സിലൊരു 10 പേരോട് ഈ ഒരു LIC വർക്ക്, LIC എന്ന് ഉദ്ദേശിച്ച് ഞാൻ വെസ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞിട്ടോ, ഈ ഒരു പോളിസിയെക്കുറിച്ച് നമ്മൾ 10 പേരോട് ഷെയർ ചെയ്യുക. അവർ പോളിസി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു 90 ദിവസം 3 മാസം നിങ്ങൾ LIC ഏജന്റിനെ പോലെ വർക്ക് ചെയ്യാൻ ചിന്തിച്ചാൽ മതി. ഒരു 10 പേരോട് ഒരു ദിവസം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫിസിക്കൽ ഈ സൂം ലിങ്ക് വഴി ചെയ്യുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരു വ്യക്തിയെ കാണാൻ പറ്റുമോ പോയിട്ട് അവിടെ വെച്ചിട്ട് സൂമിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അവരോട് നിങ്ങൾ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ കയറില്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തിൽ ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ ഒരു 10 പേരെ നമ്മളിത് കണ്ടെത്തിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ 90 ഡേയ്സ് മിഷൻ 90 ദിവസം കഴിയുമ്പം നിങ്ങളുടെ 6 ഓർഗനൈസേഷനിലും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു 6 ലീഡർമാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. 3 മാസം കൊണ്ട് 100% സാധിക്കും. അത് എന്തായി പ്രശ്നം എന്ന് വെച്ചാൽ 3 പേർക്ക് അയക്കും. ആ 3 പേര് മെസ്സേജ് കണ്ടിട്ടില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ലിങ്കിൽ കയറാമെന്ന് പറയും. നിങ്ങൾ ആ ആകാംക്ഷയോട് 2 മണിയിലെ ലിങ്കിൽ കയറി വരും. അയാളെ കാണാതിരിക്കുമ്പോൾ തന്നെ മുഖം വിഷമിച്ച് സങ്കടം കൊണ്ട് നിങ്ങൾ ഇറങ്ങി പോകും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 2-3 ആൾക്കാർ കാണാണ്ടല്ലോ. പോയത് ആരാ? ഞാൻ പുതിയ ആൾക്കാരെ നോക്കുമ്പോൾ പുതിയ ആൾക്കാരല്ല പോയത്, നമ്മുടെ ലീഡർമാരാണ് പോയത്. കാരണം അവർ ഇൻവൈറ്റ് ചെയ്ത ആളെ കണ്ടിട്ടില്ല. ഇനി നേരെ അടുക്കള പണിയിലേക്ക് പോവാം. കാരണം ഈ ബിസിനസ് ഇവർ കലക്കി കുടിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന ബിസിനസ്സാണ്. ഇനി ഇവർക്ക് പഠിക്കാനൊന്നുമില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞു, നേരെ അടുക്കള പണിയിലൂടെ പോവാണ്. ഇത് നമ്മൾ എന്താ പ്രസന്റേഷനിൽ പറയുന്നത്, അതിൽ ആരാണ് സംശയങ്ങൾ ചോദിക്കുന്നത്, അതിനെന്താണ് നമ്മൾ ആൻസർ കൊടുക്കുന്നത്, അതാർക്കും കേൾക്കാൻ സമയമില്ല. കാരണം ആ സമയം വേസ്റ്റായി പോവാണ്. ശരിയല്ലേ? ഇന്ന് നമ്മൾ മക്കളെ കോളേജിൽ പഠിപ്പിക്കാൻ വിടുവാണ്, ഫീസ് കൊടുക്കുവാണ്. ഇപ്പോൾ MBA BBA പഠിക്കാൻ പോവാണ്, ഇത്ര ലക്ഷം ഫീസാണ്. അത് നമ്മൾ ഇത്ര പൈസ അടക്കുന്നു, ഓരോ അനുസരിച്ച് നമ്മൾ പൈസ അടക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് ആ സാറിനോട് ചോദിക്കും, സാറേ ഫസ്റ്റിൽ 1-ാം തീയതി മാത്രം ക്ലാസ്സിന് വിട്ടാൽ മതി, ബാക്കി വീട്ടിലിരുന്നാൽ പോരെ, വരണോ ഈ മാസം ഫുള്ള് വരണോ, അല്ല അടുത്ത മാസം ഇനി 1-ാം തീയതി വന്നാൽ മതിയോ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ട്? ഏതെങ്കിലും പേരൻസ് ചോദിക്കാറുണ്ടോ മക്കളെ എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് വിടണോ, ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതി? ആരും ചോദിക്കോ? എല്ലാ ക്ലാസ്സിനും വിടും. എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് നന്നായി പഠിച്ചിട്ട് ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കാൻ പറ്റൂ, നല്ല മാർക്കിലൂടെ പാസ്സാവാൻ പറ്റുള്ളൂ. കാരണം ഒരു ക്ലാസ് മിസ്സായ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വരും, ഒരുപാട് മാർക്ക് കുറയാറുണ്ട്. അപ്പോൾ എല്ലാ പേരൻസും മക്കളെ നിർബന്ധിച്ച് ക്ലാസ്സിന് അയക്കാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്കത് പഠിച്ച് പാസ്സായാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുള്ളൂ, എന്നാൽ മാത്രമേ നല്ല ജോലി കിട്ടുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി, ജോലി ഉള്ള ആളാണ്, പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് രാത്രിയിലും മീറ്റിംഗ് ഉണ്ട്, രാവിലെ 6 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാ മീറ്റിംഗ് ഉണ്ട്. ഇതിൽ പങ്കെടുക്കാനുള്ള സമയം കണ്ടെത്താൻ ആൾക്കാർ മടി കാണിക്കുക. 6 മണിക്ക് എഴുന്നേക്കാൻ മടിയാണ്, രാവിലെ 6 മണിക്ക്. കാരണം രാവിലെ 6 മണി കഴിഞ്ഞാൽ ഇതാണ്. ഇതിലൊന്നും നമ്മൾ സമയം കണ്ടെത്താതെ, ഈ ബിസിനസ്സിലുള്ള ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെ, ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നോളജും ഇല്ലാതെ, ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പറയുന്ന കാര്യത്തിൽ ഈ ആൾക്കാർ റിജക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇതിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ടൊരു 10 പേരെ ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും ഇത് ഓപ്പർച്യൂണിറ്റി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവും, അവരിതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു തീരുമാനം, ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ 100% 90 ഡേയ്സ് മിഷൻ പോലെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു 6 പേരുള്ള ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിൽ 90 ഡേയ്സ് മിഷൻ ചെയ്യുന്ന ഒരാളും എൻ്റെ ടീമിൽ എനിക്ക് ഒരാൾ മാത്രമേ ഞാനത് പറയുള്ളൂ. ഒരാൾ മാത്രമേ അങ്ങനെ 90 ഡേയ്സ് മിഷൻ ചെയ്യുന്ന ഒരാൾ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും ഒരാഴ്ച 2 ആഴ്ച, ബാക്കി 2 ആഴ്ച ലീവാണ്. ഞാൻ 90 ഡേയ്സ് എവറി ഡേ ചെയ്യുന്ന, ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പല ആൾക്കാരുടെ പ്രശ്നം ആ ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ കൊണ്ട് കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് ദിവസം ലീവാണ്. നമ്മളുടെ എല്ലാവരും പ്രശ്നം പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ എന്താണോ ലക്ഷ്യമിട്ട് പോകുന്നത് അവിടെ ഫോക്കസ് ചെയ്യാതെ പ്രോബ്ലത്തിൻ്റെ പുറകെ പോയി അത് വലുതാക്കി കൊണ്ടുപോവാണ്. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരും, കുറച്ച് ദിവസം വർക്ക് ചെയ്യും, ആ മീറ്റിങ്ങിൽ ചാർജ് ആവണം, അങ്ങ് പോവാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, 2 മണിയുടെ പ്ലാനിലോ 5 മണിയുടെ പ്ലാനിലോ അല്ലെങ്കിൽ 7 മണിയുടെ പ്ലാനിലോ ഒരു വ്യക്തി കയറി നമ്മൾ പറഞ്ഞ സംശയങ്ങളൊക്കെ അയാൾ ഓക്കെയാണ്, കൺവിൻസ് ആയി ചെയ്യണം, താല്പര്യമുണ്ട്, നിങ്ങൾ അപ്പം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു, ഐഡിയ എടുക്കുന്നു, KYC ചെയ്യുന്നു, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താണ്?
അടുത്ത ഒരാളെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതെന്താണ് പ്രൊഡക്റ്റ് എന്നോ എന്താണ് ബിസിനസ് കംപ്ലീറ്റ് മനസ്സിലായിട്ടില്ല. 24 hours കൊണ്ട് ഞങ്ങൾ കൊടുത്ത ആ ഒരു എനർജി മോട്ടിവേഷൻ അദ്ദേഹത്തിന് തീരുവാണ്. പിറ്റേ ദിവസം രാവിലെ കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലോട്ട് പോകും. നിങ്ങൾ ആ സമയത്ത് മെസ്സേജ് അയക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഫുൾ ആ ഇന്നലെ ചാർജ് കംപ്ലീറ്റ് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ വ്യക്തി പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ മെസ്സേജ് നോക്കാത്തതും അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ഒരു നെഗറ്റീവ് കേട്ട സ്ഥിതിക്കാണ് ആ ഒരു വ്യക്തി വിടുന്നത്. നമ്മളെപ്പോഴും ആ വ്യക്തിയെ നിർബന്ധിതമായിട്ട് ഐഡിയ എടുപ്പിക്കാൻ ഒന്നല്ല ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് നെക്സ്റ്റ് സിറ്റിങ്ങിലേക്ക് അവർ എത്തിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് മീറ്റിങ്ങിലേക്ക് ആ വ്യക്തി എത്തിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐഡിയനേക്കാളും ഇമ്പോർട്ടൻസ് ആ വ്യക്തിയെ 1-2 സിറ്റിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇതിലുള്ള ഈ 95 ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ്. ഓക്കെ ബീനോവിന് അപ്ലോഡ്. ഇതിൽ 95% ഈ ഉള്ള 95 ആൾക്കാരും നിങ്ങൾ 2-3 മീറ്റിങ്ങുകൾ കണ്ടിന്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കാർ മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ 3-4 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് നിങ്ങളുള്ളിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയൊരു മോട്ടിവേഷൻ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ആ മോട്ടിവേഷനിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഐഡിയ എടുത്ത് കൊടുത്ത ആൾക്കാർ വിട്ടുപോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പിറ്റേ ദിവസം തന്നെ ഇതിലൊരു ആൾക്കാരെ പിടിക്കാനും അല്ലെങ്കിൽ ആരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിസിനസ്സും പ്രൊഡക്റ്റ് സെല്ലിംഗ് മെത്തേഡിൽ പോകുന്നതുകൊണ്ട് ആൾക്കാർ ഇതിനെ കസ്റ്റമറെ പിടിക്കാനാണ് നടക്കുക. കസ്റ്റമറെ പിടിക്കാന്ന് പറഞ്ഞാൽ ഇതിനൊരു പേസ്റ്റ് സോപ്പ് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ഈ സോപ്പും പേസ്റ്റും വാങ്ങിപ്പിക്കാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ 3-4 ആൾക്കാർ ഇതിൻ്റെ പ്രൈസ് കാണുമ്പോൾ നോ പറയുമ്പോൾ പിന്നെ അവരുടെ മൈൻഡിൽ ഇതിനെ ആരും വാങ്ങിക്കാനും പോകുന്നില്ല, എൻ്റെ കയ്യിൽ എനിക്ക് ബിസിനസ് ചെയ്താൽ എനിക്കൊരു വരുമാനം കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് എനിക്കിത് വിജയിക്കാൻ പറ്റില്ല, ഒരൊറ്റ തീരുമാനം എടുക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് റിപ്ലൈ തരാതെ. ഇത് നിങ്ങളുടെ മാത്രമല്ല, മൊത്തത്തിൽ ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷേ നമ്മുടെ പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് വേണ്ടുന്നത് 6 സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നമുക്ക് 6 സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടിന്യൂ 90 days മിഷൻ പോലെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 90 ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് ഒരു 6 പേര് വന്നിട്ടുണ്ടാവും. ആ 6 പേര് സീരിയസ് ആയിട്ട് അവരെ എങ്ങനെയെങ്കിലും ഇനി അങ്ങോട്ടുള്ള മീറ്റിങ്ങിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച, ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ്, ആ വ്യക്തി ചൊവ്വാഴ്ച ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരെയുള്ള മീറ്റിങ്ങിൽ ആ വ്യക്തി എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 മീറ്റിംഗ് ആ വ്യക്തി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ബിസിനസ്സിലുണ്ടാവും. ഓക്കെ. പിന്നെ വേറൊരു പ്രശ്നം, ഇതിലിപ്പോൾ പുതിയ വ്യക്തി ആരെങ്കിലും ഒരാളെ പേര് ഞാൻ വിളിച്ച് പറയാം. റിയ പുതിയ ആളാണ്. റിയ സീരിയസ് ആയി ജോയിൻ ചെയ്ത വ്യക്തിയാണ്. വളരെ സീരിയസ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, വീഡിയോ ഓണാക്കി അറ്റൻഡ് ചെയ്യുന്ന, ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം 100 PV കൺസിസ്റ്റൻസി ചെയ്ത ഒരു സീരിയസ് ആയ ലീഡറാണ്. റിയനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരാളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നാളെ ആ വ്യക്തി റിയ ഈ ബിസിനസ്സിലേക്ക് ഒരാളെ കൊണ്ടുവന്നു, 2 മണിയുടെ പ്ലാനിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ആ വ്യക്തി പ്ലാനൊക്കെ കേട്ട് ഓക്കെയാണ്, സീരിയസ്. റിയക്ക് ഒരു അപ്ലൈൻ ഉണ്ടാവും. റിയയുടെ അപ്ലൈൻ്റെ പേര് മുന്താസാണ് തോന്നുന്നു, അല്ലേ? ആരോ മുന്താസാണെന്ന് തോന്നുന്നു. റിയയൊക്കെ ഒരു അപ്ലൈൻ ഉണ്ടാവും. ആ അപ്ലൈൻ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇത് അവരെ ഉദാഹരണം പറഞ്ഞ കേട്ടോ, ഇത് റിയനെ ഉദ്ദേശിച്ചോ മുന്താസിനെ കുറിച്ച് ആരെയല്ല. റിയ ചിലപ്പോൾ 2 മണിയുടെ പ്ലാനിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു, റിയ ഉണ്ടാവും. ആ കൊണ്ടുവന്ന വ്യക്തിയും പ്ലാനും കേട്ട് ഓക്കെയാണ്. പക്ഷേ റിയക്ക് ബിസിനസ്സിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യാനൊന്നും അറിയില്ല. അവരുടെ അപ്ലൈൻ മുന്താസ് ആയിരിക്കും, അല്ലെങ്കിൽ ഷംന ടീച്ചറായിരിക്കും, ഭീമ മാഡം ആയിരിക്കും, സുരേഷ് സാറായിരിക്കും, മേലുള്ള അപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു വ്യക്തി ഓക്കെ, കോൺഫിഡൻ്റ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഐഡിയ എടുക്കാൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ റിയ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് റിയയുടെ കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. ആ വ്യക്തി ചിലപ്പോൾ പിന്നെ കണ്ടെന്നില്ല. ബിസിനസ് ആരുടെ ബിസിനസ്സാണ്? റിയയുടെ മാത്രമാണോ? മുന്താസിൻ്റെ കൂടെ ബിസിനസ് അല്ലേ? ഷംന ടീച്ചറുടെ ബിസിനസ് അല്ലേ? സുരേഷിൻ്റെ ബിസിനസ് അല്ലേ? ഭീമയുടെ ബിസിനസ് അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഇപ്പോൾ റിയയുടെ മീറ്റിങ്ങിൻ്റെ അകത്ത് ഷംന ടീച്ചർ ഉണ്ടെങ്കിൽ, മുന്താസ് ഉണ്ടെങ്കിൽ, മുന്താസിനെ അറിയാം റിയയുടെ ഒരാൾ ജോയിൻ ചെയ്തിട്ട് മീറ്റിംഗ് പ്ലാൻ കേട്ടിട്ടുണ്ട്. ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യാൻ അതിന് മേലുള്ള അപ്ലൈനും കൂടെ നിൽക്കുവാണെങ്കിൽ, കാരണം കോൺഫിഡൻറ്റ് കൂടും, എക്സ്പീരിയൻസ് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് വെച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ ബിസിനസ് നമ്മളെല്ലാവരുടെയും കൂടെ ബിസിനസ്സാണ്. അപ്പോൾ നമ്മളെ ടോപ്പിലുള്ള അപ്ലയൻസ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നിൽക്കാൻ റെഡിയാണെങ്കിൽ ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഒരു കോൺഫിഡൻറ്റ് വരുന്നുണ്ടോ. അല്ല, പുതുതായി ജോയിൻ ചെയ്ത വ്യക്തിക്ക് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ആ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അവർ നിർത്തിപ്പോയി. എനിക്ക് പല ഡൗൺലൈൻസ് പറയാനുണ്ട്. സാറേ, ഞാൻ ആ മാഡത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സാറിന് പേഴ്സണലി മെസ്സേജ്. ഞാൻ പറയില്ല, അവർ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തുള്ളൂ, അവർ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട, അതിന് നേരെ ടോപ്പിലുള്ള ഒരു അപ്ലൈൻ അത് അറിഞ്ഞിരിക്കണം. ഇന്ന് റിയയുടെ താഴെ ഒരു ജോയിനിങ് നടന്നിട്ടുണ്ട്, അപ്പോൾ അവരെ എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, അതെൻ്റെയും കൂടെ ബിസിനസ്സാണ്, അവരെ ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലേ? ഇത് പല ആൾക്കാരും കാണുന്നത് റിയയുടെ ബിസിനസ് അല്ലേ, റിയ ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കാതെ നമ്മളുടെ ബിസിനസ്സാണ്, എൻ്റെയും കൂടെ ബിസിനസ്സാണത്,
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണണ്ടോ, ഇന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ 2 മണിക്ക് പ്ലാൻ കേട്ട ആൾ പ്ലാൻ കേട്ടു, ഐഡിയ എടുത്തു, തലശ്ശേരി ഷോപ്പിൽ പോയി പർച്ചേസിങ് ചെയ്തു പോയി. ഇന്ന് ഉച്ചയ്ക്ക് പ്ലാൻ കേട്ടു. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ കൂടെ തന്നെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ, എനിക്ക് 91 ആൾക്കാരുണ്ട്, നിങ്ങളെല്ലാവരുടെയും പ്ലാനിൽ എനിക്ക് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഞാൻ 100% അത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് നിങ്ങളെ എല്ലാ ലീഡേഴ്സും, നിങ്ങളുടെ ടോപ്പിൽ ഓരോ ലീഡേഴ്സും അത് ചെയ്യുകയാണെങ്കിൽ എത്ര വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് പല ആൾക്കാരും പല അപ്ലയൻസും അറിയുന്നില്ല. അവരുടെ താഴെ വന്ന ഡൗൺലൈൻസിന് താഴെ ഒരു ജോയിനിങ് ഇന്ന് നടക്കുന്നതോ ഒന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഐഡിയ എടുത്തു കൊടുക്കുന്ന സമയത്ത് അവർ അയച്ചു കൊടുക്കും, ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കും, ഐഡിയ എടുത്തു കൊടുക്കും, തീർന്നു. ഈ ഒരു വിഷയം കൊണ്ടാണ് പല ആൾക്കാരും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവും. നമ്മൾ ആദ്യം എല്ലാ ഫംഗ്ഷനും എല്ലാ അപ്ലൈനും അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡൗൺലൈൻസിനും മീറ്റിങ്ങിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നോളജ് ഉണ്ടാവും, അറിവുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, എനർജി ഉണ്ടാവും. ഇതാണ് നമ്മൾ താഴോട്ട് കൊടുക്കേണ്ടത്. ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു റിയൻ്റെ പേര് മാറ്റാം, മുന്താസിൻ്റെ പേരിടാം, ഓക്കെ, അല്ലെങ്കിൽ ബിജി മോളുടെ പേരിടാം. ബിജി മോൾ പുതിയ ജോയിൻ ചെയ്ത ആളാണ്, വീഡിയോ ഓണാക്കിയിരിക്കുന്ന ആളാണ്. അപ്പോൾ വളരെ ഡ്രീംസ് ഉള്ള ആളാണ്, ബിസിനസ് വിജയിക്കണം ആഗ്രഹമുള്ള ആൾ. ബിജി മോൾ അപ്ലൈ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. അല്ല, ബിജി മോൾ ജോയിൻ ചെയ്ത വ്യക്തി ഇതിനകത്ത് ഇല്ലാന്നിരിക്കും. ബിജി മോളെന്ന് ധരിക്കുക, എന്നെ ജോയിൻ ചെയ്യിച്ചാൽ മീറ്റിങ്ങിലില്ല, അപ്പോൾ എനിക്ക് മീറ്റിംഗ് കയറേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ബിജി മോളും അടുത്ത നാളെ തൊട്ട് മീറ്റിങ്ങിൽ കാണില്ല. അപ്പോൾ എന്തായി, രണ്ടുപേർക്കും ബിസിനസ് നോളജ് ഇല്ല. ബിജി മോൾ വഴിയിൽ വെച്ച ഒരാളെ കാണുന്നു, ഈ ഒരു ബിസിനസ് കുറിച്ച് പറയുന്നു, ഒരു വിശ്വാസമില്ലാതെ പോലെ പറയുന്നുണ്ടാവും. കാരണം ബിജിമോൾക്ക് ഇതെന്താണ് ശരിക്കും അറിയില്ല, എക്സൈറ്റ്മെൻറ്റും ഇല്ല, എനർജിയും ഇല്ല, ഒന്നും ആയിട്ടില്ല, പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഈ ബിസിനസ് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണം, ആഗ്രഹമുണ്ട്, കടങ്ങളുണ്ട്, പ്രാരാബ്ദമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇത് ബിജിമോൾക്ക് ഉള്ളതല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, ആ ഒരു ഇതുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് വഴിയിൽ വെച്ച് ഒരാളെ കാണുമ്പോൾ ഈ ഒരു ബിസിനസ് അങ്ങ് പറയുന്നു, അവരൊരു നെഗറ്റീവ് പറയുന്നു, പിന്നെ എനിക്ക് ഈ മാസത്തേക്ക് ഇതൊന്നും വേണ്ട, സംഭവം തീർന്നു. ഇതാണ് ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റാത്തത്, അല്ലേ? ഇപ്പോൾ ഈ ഇരിക്കുന്ന ബിജിമോളായിക്കോട്ടെ, മുംതാസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾ റെഗുലറായിട്ടുള്ള നമ്മളെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു എനർജിയും നമ്മളുടെ ഉള്ളിലുണ്ടാവും. നമ്മൾക്ക് പറയുമ്പോഴും ഒരു നെഗറ്റീവ് വരുമ്പം അവർ നോ പറഞ്ഞോട്ടെ, റിജക്ഷൻ തന്നോട്ടെ, ജോയിൻ ചെയ്യുന്നില്ല, വിട്ടേട്ട് നോ പ്രോബ്ലം. പക്ഷെ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മളിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ഈ ഇത്രയും പ്രോബ്ലങ്ങൾ പോലീസുകാർ പറഞ്ഞിട്ടും ഇങ്ങനെ ഹോംവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു മെസ്സേജ് വന്നാൽ റിജക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാർ മീറ്റിങ്ങിലോട്ട് കയറുന്നില്ലേ? എന്നിട്ടും ആൾക്കാർ കയറണം. കാരണം ആവശ്യക്കാരുണ്ട്, ബിസിനസ് ചെയ്യാൻ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് എനിക്ക് ഇന്നൊരു പേഴ്സണൽ ഒറ്റ ഒരാളാണ് റിപ്ലൈ തന്നെ, ഹായ് തിരിച്ചു തന്ന് പ്രൊമോഷനാണെന്ന് ചോദിച്ച വ്യക്തിയോട് ഞാൻ സംസാരിച്ചത് അവരോട്, നിങ്ങൾക്ക് വരുമാനം വേണം, ജോലി ചെയ്യുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് സാറേ, ട്രീറ്റ്മെൻറ്റിലാണ് ഹസ്ബൻഡ് ഉള്ളത്, വരുമാനമില്ല, അദ്ദേഹം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും, എനിക്ക് വരുമാനം വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് വരുമാനം വേണം, പക്ഷേ 100 രൂപ കിട്ടിയാലും ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുവാണെങ്കിൽ, ഇതിൽ വരാൻ സാധിക്കുവാണെങ്കിൽ, കൂടെ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രോബ്ലംസൊക്കെ മാറ്റിത്തരാം. ക്ഷമയോടെ കുറച്ച് കാലം കൂടെ നിൽക്കണം, എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാം, ഈ 3 ദിവസം കൂടെ എനിക്ക് ഹോസ്പിറ്റൽ കേസാണ്, മറ്റന്നാൾ തൊട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു കോൺഫിഡൻറ്റ് കൊടുക്കാൻ ഇപ്പോൾ പുതിയ വ്യക്തിക്ക് ബിജിമോൾക്ക് ചിലപ്പോൾ ഈ കോൺഫിഡൻറ്റ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ബിജിമോളിൻ്റെ അപ്ലൈന് പറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള അപ്ലൈന് പറ്റണം, ഏതെങ്കിലും ആൾക്കത് പറ്റണം, എന്നാൽ മാത്രമേ അവർ വിജയിക്കുള്ളൂ. ഇത് നമ്മൾ ഒരാളുടെ ബിസിനസ് അല്ല. നിങ്ങളുടെ ഇപ്പോൾ ഒരു 6 വ്യക്തികളുണ്ടെങ്കിൽ ഈ 6 വ്യക്തികൾക്കും വെടുത്തുണ്ടാവും, അല്ലേ? ശരിയല്ലേ? ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ഉത്തരം ഇതിനകത്ത് വരുന്നുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഒരു പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ അച്ഛനമ്മമാർക്ക്, പണ്ടത്തെ അമ്മമാരൊക്കെ വെച്ചു 9 മക്കളും 10 മക്കളും 16 മക്കളും 8 മക്കളൊക്കെ ഉള്ള കണ്ടിട്ടുണ്ടോ, അല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, കുറേ മക്കളുണ്ടാവും. ഇന്നത്തെയോ 2 അല്ലെങ്കിൽ 1. ഈ 2നെ നോക്കാൻ തന്നെ അല്ലെങ്കിൽ 1നെ നോക്കാൻ തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ മക്കളെ നോക്കണം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ബുദ്ധിമുട്ടായൊരു കാര്യമാണ്, വലിയൊരു ജോലിയാണ്. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ബേബിയുണ്ട്, വാവയുണ്ട്, അതുകൊണ്ട് മീറ്റിംഗ് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ കെയർ കംപ്ലീറ്റ് ആ ഒരു കുഞ്ഞിൻ്റെ പറയുക. പണ്ടാണെങ്കിലോ 6 മക്കളുണ്ടെങ്കിലും അങ്ങ് മുറ്റത്ത് ഇറക്കി വിടും, വീണ് പൊട്ടി അതന്നെ, അല്ലേ? ഒരു ചിന്തയുണ്ടായാലും 6 മക്കളും വളർന്നു പോയിട്ടുണ്ടാവും. അച്ഛനും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അവർ പണിക്ക് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പണിക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോകുന്നുണ്ടാവും, അല്ലേ? പണ്ടത്തെ അമ്മമാർ അച്ഛനമ്മമാർ അങ്ങനെയാണ്. കാരണം 6 വ്യക്തികളെ 1 2 3 4 5 6 ഇതങ്ങ് വിട്ടേക്കും, അങ്ങ് വളർന്നു പോയിക്കോളും. എല്ലാം വളർന്ന് വലുതായാലോ ഇവരൊക്കെ ജോലിക്ക് പോകുമ്പം ഈ അച്ഛനമ്മമാർക്ക് പൈസ കൊടുത്തു എങ്കിലും വളർന്നു പോകുന്നൊരു ഒറ്റ ടെൻഷനിൽ. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 6 മക്കളെ 6 ഡെപ്തിൽ ജോയിൻ ചെയ്യിപ്പിക്കാം, മനസ്സിലാകുന്നല്ലോ? 6 ടീമിനെ ബിൽഡ് ചെയ്യുക.
ഇതങ്ങ് വളർന്നു പോയിക്കോളും. അല്ലെങ്കിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച് ആ കുഞ്ഞിനെ ചെറിയ കുഞ്ഞിനെ പോലെ തട്ടാതെ മുട്ടാതെ വീഴാതെ നടത്തി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇതേ അവസ്ഥയാണ് നമ്മൾ ഈ ബിസിനസ്സിലും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 6 വ്യക്തികളെ കണക്ട് ചെയ്യാന്നുള്ള ഒറ്റ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡ്രീംസ് ഉണ്ടാവണം. ഒരു 6 പേരെങ്കിലും ഈ ബിസിനസ്സിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി 90 ദിവസം കണ്ടിന്യൂ ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 6 കുട്ടികൾ നിങ്ങൾക്കുണ്ടാവും. 100% ഉണ്ടാവും. ഈ 6 കുട്ടികളെ അങ്ങ് വിട്ടാൽ മതി. ബിസിനസ്സിലേക്ക്, ഈ ടീമിലേക്ക്, ഈ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മുടെ ടീമായിട്ട് കണക്ട് ചെയ്ത് വിട്ട് നിങ്ങൾ പോകാനല്ല, നിങ്ങൾ അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 1 ഇയർ കൊണ്ട് ഈ 6 വ്യക്തികളും ബ്രോൺസ് സെലക്ടറായി മാറുന്നുണ്ടാവും. ഒരാൾ ബ്രോൺസ് സെലക്ടർ ആവാൻ 3 മാസം 4 മാസം മതി. 4 മാസം മതി ബ്രോൺസ് സെലക്ടർ ആവാൻ. അതിൽ ഒരാൾ ചിലപ്പോൾ, 2 ആൾ ചിലപ്പോൾ 3, 4, 5, 6 മാസം കൊണ്ടാവുന്നുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് ലേറ്റ് ആയിട്ട് 1 വർഷം കൊണ്ടാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ക്രൗൺ ഡയറക്ടറായി മാറാനുണ്ടാവും. ആദ്യത്തെ വ്യക്തികൾക്ക് അതിലൊരു LOB ലെഗിൽ 6000 PV ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരു ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് എല്ലാവരും ഒരേപോലെ ചെയ്യണം. നിങ്ങളുടെ ടീമും നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരും അവരോടൊപ്പം നിന്ന് വർക്ക് ചെയ്ത് ആ ടീമിനോടൊപ്പം സപ്പോർട്ട് ചെയ്തെടുക്കണം. ഇത് പല ആൾക്കാരും പ്രശ്നം അപ്ലൈനായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, അതിന് മേലുള്ള കണക്ഷൻ ഉണ്ടാവില്ല. നേരെ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ കൂടുതലും. പല ആൾക്കാരും എൻ്റെ അടുത്തേക്കാണ് കൂടുതൽ വരിക. കാരണം എന്തുകൊണ്ടാണ്? ബൈപ്പാസാണ്. കംപ്ലീറ്റ് നേരെ ഇങ്ങോട്ടേക്ക് തട്ടി വിടും. മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ല. വിനോദ് സാറാണെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റിനെ കുറിച്ച് അതിനകത്ത് ഇടുന്നുണ്ടാവും. എപ്പോഴും ഷുഗറിനെ കുറിച്ചാണ്, കൊളസ്ട്രോളിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം ഇതേ ചോദ്യങ്ങളായിട്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും ആ ഗ്രൂപ്പിലേക്ക്. അത് ഇന്നലെ വന്ന് ആരെ എഴുതി വെക്കാനോ നോട്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് പറയാനോ അറിയാം. പല ഡീലേഴ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ബിസിനസ്സാണ്, അതിൽ വരുന്ന ഓരോ നോളജും നിങ്ങൾക്ക് അറിയാനുള്ളതാണ്. അതൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വിനോദ് സാറിൻ്റെ ആവശ്യമില്ല, ഡോക്ടർ സോഫിയ മാഡത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അറിവുണ്ടാവും. നാളെ നിങ്ങളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് ഈ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓപ്പണായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അതിൻ്റെ പ്രോബ്ലംസ് എന്തുകൊണ്ടാണ്, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. കോൺഫിഡൻറ്റ് വരും. ഇത് നമ്മൾ പല ആൾക്കാരും ഇതിന് മരുന്നായിട്ട് കണ്ടുകൊണ്ടും രോഗീനെ കാണുമ്പോൾ അപ്പം തന്നെ ഇതങ്ങ് ഷെയർ ചെയ്യുകയാണ്. രോഗീനെ കാണുമ്പോൾ ഷെയർ ചെയ്യും, നിങ്ങൾക്ക് കഴിക്കേണ്ടത് മരുന്ന് നമ്മളെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരാൾ മരുന്ന് കഴിക്കാൻ പോലും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് പ്രൊഡക്റ്റിനെ കൊണ്ട് നമുക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുന്നതും ഇതെല്ലാം ഈ വിഷയം കൊണ്ടാണ്. നമ്മളെപ്പോഴും പരിചയമില്ലാത്ത ആൾക്കാർക്ക് സപ്ലിമെൻറ്റിനെ കുറിച്ച് കൊടുക്കാതിരിക്കുക. നമ്മളെ നോർമൽ മറ്റുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലൂടെ അവർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുന്നുണ്ടാവും, സപ്ലിമെൻറ്റ്സിലേക്ക് വരുന്നുണ്ടാവും. ഇന്ന് വേറൊരു പ്രത്യേകത, കണ്ടിന്യൂ വർക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്കാരും കണ്ടിന്യൂ മീറ്റിംഗ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്കും പക്ഷേ വല്ലപ്പോഴും കൂടി സംസാരിക്കുമ്പോൾ പോലും എനർജി ഉണ്ട്, അവരാണ് ഈ മീറ്റിങ്ങിൽ കയറുന്ന ആൾക്കാർ. നിങ്ങൾ ഈ ഒരു ജനുവരി 21 തൊട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇനിയുള്ള 90 ദിവസം നിങ്ങൾ എല്ലാ ദിവസവും പ്രോസ്പെക്റ്റിംഗ് ചെയ്യാൻ ചിന്തിച്ച് നോക്കി. ഹൈദരാബാദിലൊക്കെ ഇന്നലെ ജ്യോതി സാർ പറഞ്ഞിട്ടില്ല, ഒരു ലീഡറാണ് 20 പ്ലാൻ കാണിക്കുന്ന ഒരു ദിവസം. നമ്മൾ മൊത്തത്തിൽ ഗ്രൂപ്പ് അടക്കം 20 പ്ലാൻ കാണിക്കുന്നു. ഒരു ലീഡർ 20 വ്യക്തിക്ക് പ്ലാൻ കാണിക്കും. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 11 മണിക്ക് മാത്രമേ വീട്ടിൽ കയറാൻ പാടുള്ളൂ. SP സാർ പറഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റ് പ്ലാൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ക്യാമറയിനകത്ത് ടൈം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ക്യാമറ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ടൈമും ഡേറ്റ്. 11 മണിക്ക് കാണിച്ച പ്ലാൻ്റെ ഫോട്ടോ SP സാറിന് അയച്ചു കൊടുക്കുക. ഒരു വ്യക്തിയാണ് 20 വ്യക്തികൾക്ക് പ്ലാൻ കാണിക്കുന്നത്. അത് ഓരോ ടീമും. ഹൈദരാബാദിലൊക്കെ ജോയിനിങ് എന്ന് പറഞ്ഞാൽ 15,000 രൂപ തൊട്ട് മേലോട്ടുള്ള ജോയിനിങ് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. കാരണം അത് അവർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റില്ല. കാരണം എന്താ, ആ ലീഡർമാരൊക്കെ വരുമാനം 10 ലക്ഷം 20 ലക്ഷമാണ്. ആരും ജോയിൻ ചെയ്തു പോകും. നമ്മളെ വരുമാനം അത്രയും, നമ്മുടെ വരുമാനം 90 രൂപയും 100 രൂപയുടെ പർച്ചേസിങ് ചോദിച്ച് പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ആ വരുമാനം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അവർ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. സലീം സാറ് പ്ലാൻ പറയാൻ പോയി വീട്ടിൽ പോയ സമയത്ത് അവർ ഇപ്പോഴത്തെ അടുക്കളയിൽ പോയിട്ട് പോലീസിന് ഫോൺ ചെയ്തു. ഒരു ഫ്രോഡ് പരിപാടിയായിട്ട് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് വീട്ടിൽ വണ്ടിയെടുത്ത് ജീപ്പ് എടുത്ത് വന്നു. ജീപ്പ് എടുത്ത് വന്ന സമയത്ത് സലീം സാർ പറഞ്ഞു അവിടെ ഇരിക്കും, ഞാൻ പ്ലാൻ പറഞ്ഞുതരാൻ. ആ പോലീസുകാരൻ ജോയിൻ ചെയ്ത് ഐഡിയ എടുത്ത് പർച്ചേസ് ചെയ്തു. വീട്ടിൽ വന്ന പോലീസുകാരൻ. കാരണം അദ്ദേഹം സത്യസന്ധമായിട്ട് വെസ്റ്റിൻ്റെ പ്ലാൻ പറഞ്ഞു കൊടുത്തു. ഇതിലൊരു ഫ്രോഡും കാണാനില്ല, ആവശ്യമുള്ള സാധനം വാങ്ങിച്ചാൽ മതി എന്ന് ആ കോൺഫിഡൻസ് സലീം സാറിനുണ്ട്. ഇന്ന് ഇത്രയും വരുമാനം വാങ്ങിക്കുന്നത് അദ്ദേഹം അതുകൊണ്ടാണ്. ഇന്നലെ സുഷിതൻ്റെ ലെഗിൽ ഒരാൾ ജോയിൻ ചെയ്തു. അയാൾ ജോയിൻ ചെയ്ത് ഐഡിയ എടുത്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു 1000 രൂപ അയച്ചു വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ 1000 രൂപ തരാൻ പറ്റില്ല. അപ്പോൾ അയാൾ എനിക്ക് പറയാറ്, ഞാൻ ഇന്നൊരു ഏജൻ്റാണ്, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകാം, ഞാൻ ഇനി എന്ത് വേണം കൊടുത്തോ. കാരണം പുള്ളിക്കാരൻ നമ്മളെ വിരട്ടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ പല ഫ്രോഡ് പരിപാടി നടക്കുന്നുള്ള ഈ പ്രശ്നം വന്നേ. പക്ഷേ അദ്ദേഹത്തിന് 1000 രൂപ കിട്ടിയാൽ സേഫായിരുന്നു അല്ലേ. ഇന്ന് പല ഉടായ്പ പരിപാടികൾ നാട്ടിൽ നടക്കുക. ആ ചങ്ങായി എന്നെക്കാട്ടും ഉടായ്പാണ്, പൈസ കടം വാങ്ങിക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും ഈ വെസ്റ്റീജ് ബിസിനസ് ചെയ്യാൻ നമുക്കൊരു പേടിയും വേണ്ട. നമ്മൾ ഒരാൾ ഇതിൽ പറ്റിക്കുന്നതല്ല, ഒരു പോലീസുകാരൻ ഇതിൽ പഠിക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ആ പോലീസുകാരന് പ്ലാൻ കൊടുക്കാൻ പറ്റും, അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്യും.
ഇതിലൂടെ. കാരണം നമ്മളെ പ്രൊഡക്റ്റ് അത്രക്കും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. അതൊന്ന് ഉപയോഗിക്കാൻ കൊടുത്താൽ മതി. ഉപയോഗിച്ചുകൂടെ അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കും. നാളെ അവർ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടോ. നമ്മളിൽ ഈ ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങിൽ ഉണ്ടാവണം. അതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 90 days മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ഷാഹുൽ സാറാണ്. കണ്ടിന്യൂ ബിസിനസ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഫുൾ ടൈമറാണ്, എന്നെപ്പോലെ തന്നെയാണ്. ഇതിലെല്ലാവർക്കും ഫുൾ ടൈമർ എല്ലാം കൊണ്ട് അത്ര ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഫുൾ ടൈമറാണ് അല്ലേ. നിങ്ങൾ ആ ഒരു 90 days മിഷനിൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ആലോചിച്ചു, ബിജിമോള് കടയിൽ ജോലി ചെയ്യുന്ന ആളാണ്, സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽസ് ഉള്ള തുണിക്കടയുള്ള ആളാണ്. അവർ കട എല്ലാ ദിവസവും സ്വന്തമായിട്ട് കടയാണ്, വാടക കൊടുക്കേണ്ടി വരും, സ്റ്റാഫിൻ്റെ ശമ്പളം കൊടുക്കേണ്ടി വരും. മക്കൾക്ക് എക്സാമാണ്, അതുകൊണ്ട് 10 ദിവസത്തേക്ക് കട പൂട്ടി വെച്ചിരിക്കുകയാണ്, മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യാറുണ്ടോ ബിജിമോൾ? അങ്ങനെ ചെയ്യാറുണ്ടോ? മക്കൾക്ക് എക്സാം ആണെന്ന് പറഞ്ഞിട്ട് 10 ദിവസം കട പൂട്ടി വെക്കുമോ? ഇല്ല, ഒരിക്കലും വെക്കില്ല. എനിക്ക് തോന്നുന്നില്ല ഒരാളും അങ്ങനെ വെക്കില്ല. 10 ദിവസം ഒന്നും പൂട്ടി വെക്കാൻ പോകില്ല. മക്കളെ എക്സാം, മക്കൾ പഠിച്ചോളും, അതിൻ്റെ പേര് കട പൂട്ടി വെക്കില്ല. കാരണം എന്തുകൊണ്ടാ? ശമ്പളം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് മക്കളെ ഫീസ് കൊടുക്കേണ്ടത്, അരി വാങ്ങിക്കേണ്ടത്. അവർക്കൊരിക്കലും അത് ഷോപ്പ് അടച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മക്കളുടെ എക്സാം ആണെന്ന്, 1ാം ക്ലാസ് പഠിക്കുന്ന മക്കളെ എക്സാം ആയിട്ട് 2 ആഴ്ച മീറ്റിംഗ് കയറാതെ ആൾക്കാരുണ്ട്. 1ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണ്, അതുകൊണ്ട് 2 ആഴ്ചത്തെ മീറ്റിംഗ് സാറേ ഞാൻ ഉണ്ടാവില്ല, എക്സാമാണ് മക്കളെ. അപ്പം തന്നെ ഞാൻ ചോദിക്കും, എത്രയോ മക്കൾ പഠിക്കുന്നു? 1ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് 2 ആഴ്ച മീറ്റിംഗിൽ കയറാതെ ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അവർ ഈ 10 ലക്ഷം രൂപ വരുമാനത്തിൽ എത്തുക പറ? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ബിസിനസ്സിന് നിങ്ങളുടെ ജോലിയിൽ എങ്ങനെയാണോ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് വെച്ച് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പണിയെടുക്കാനല്ല. നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ, അത് നിങ്ങൾ 3 മാസം കണ്ടിന്യൂ ചെയ്യും. 90 days മിഷൻ പോലെ 2 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുവാണെങ്കിൽ ആ 2 മണിക്കൂർ കണ്ടിന്യൂ ചെയ്ത് നോക്കണം. അതിൻ്റെ ഇടയിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും, ഇതിൻ്റെ അകത്ത് നിങ്ങൾ പൈസ ഒന്നുമല്ലല്ലോ കൊടുക്കുന്നത്, വർക്ക് ചെയ്യുന്നില്ലല്ലോ. പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ പൈസ കടം വാങ്ങിക്കണോ ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി 90 ദിവസം കണ്ടിന്യൂ നിർത്താതെ ചെയ്യുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന 86 പേർക്കും ഒരു ടീം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പ്രശ്നം നിങ്ങളും ചെയ്യില്ല, നിങ്ങളോടൊപ്പം വന്നിരിക്കുന്ന ആൾക്കാരും ചെയ്യില്ല, അതിന് താഴെയാർക്കും ചെയ്യില്ല. ഇതന്നെ ഡ്യൂപ്ലിക്കേഷൻ താഴോട്ട് വരുവാണ്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഏകദേശം ഞാൻ എല്ലാ കാര്യങ്ങളും കവറായിട്ടുണ്ടോ? എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഞാൻ ഒന്ന് അൺമ്യൂട്ടാക്കി തരാം. മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാം. ഏകദേശം ഞാൻ ഊഹിച്ച് പറഞ്ഞതാണ്, ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ല. പക്ഷേ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് പറയാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ വില അല്ലേ, ചിലപ്പോൾ സാധനത്തിന് വില കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? കാറ്റലോഗ് കണ്ട പാട് സാധനത്തിന് വില കൂടുതലാണ് പറയുന്നുണ്ടോ? അതിന് നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് എത്ര ടൈപ്പ് മൊബൈൽ നമ്മുടെ ഷോപ്പിലുണ്ട് അല്ല? അതിനെല്ലാം പല പല ക്വാളിറ്റി, പല സോഫ്റ്റ്വെയർ, പല ആപ്ലിക്കേഷൻ എടുത്തുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. GB കൂടുതലായിരിക്കും, റാം കൂടുതലായിരിക്കും. ഇതിനൊക്കെ പല പ്രൈസ് അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കോൾഗേറ്റിന് ഒരു വിലയായിരിക്കും, ക്ലോസപ്പിന് ഒരു വിലയായിരിക്കും, ഡാബർ നമ്പൂതിരി പേസ്റ്റിന് ഒരു വിലയായിരിക്കും, സെൻസുഡിന് ഒരു വിലയായിരിക്കും. ഇതിനെല്ലാം പല പ്രൈസാണ്. വില കൂടുതൽ പേസ്റ്റ് ഓടിയുണ്ട്. എന്നുവെച്ചാൽ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? സെൻസുഡിൻ വാങ്ങിക്കാൻ പോയിട്ട് കടക്കാരനൊക്കെ പോയി പറയാണ് സെൻസുഡിന് 240 രൂപയോ, കോൾഗേറ്റിന് 58 രൂപയുള്ളൂ എന്ന് പറയാറുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? 58 രൂപയ്ക്ക് സെൻസുഡിൻ എന്തുകൊണ്ടാണ് തരാതെ? എന്തുകൊണ്ടാണ് സെൻസുഡിൻ 58 രൂപ തരാതെ? കോൾഗേറ്റിനെക്കാട്ടും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണോ, അല്ല ഡോക്ടർമാർ റെഫർ ചെയ്തുകൊണ്ടാണോ? ഡോക്ടർമാർ റെഫർ ചെയ്തുകൊണ്ടാണ് 240 അല്ല 540 പറഞ്ഞാലും കൊടുക്കും. ശരിയല്ലേ? ഒരു ഡോക്ടർ പറയാണ് പല്ലുവേദന, ഡോക്ടർമാർ റെഫർ ചെയ്യും, സെൻസുഡിൻ ഉപയോഗിക്കാൻ പറയും. നമ്മൾ 240 അല്ല, ആ കടക്കാരൻ 540 പറഞ്ഞാലും പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കും. പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? സഹിക്കും, വേദന സഹിക്കും. അല്ലേ? ശരിയല്ലേ? അത് ഡോക്ടർമാരുടെ വിശ്വാസത്തിലാണ് നമ്മൾ സെൻസുഡിൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇന്ന് 240, 150 രൂപയും സെൻസുഡിൻ ആയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ. അതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് നമ്മളെ പീസിന് 67 രൂപയുള്ളൂ. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? മാരുതിക്കാരന് 4 ചക്രമാണ്, BMW 4 ചക്രമാണ്, മെർസിഡീസ് ബെൻസിനും 4 ചക്രമാണ്. പക്ഷെ വണ്ടിയുടെ വിലയോ സെയിം ആണോ? അതുപോലെ മാരുതിക്കാരൻ്റെ സെയിൽസ്മാൻ വന്നിട്ട് അതിന് മൈലേജും കാര്യങ്ങളൊക്കെ പറയാം. സെയിൽസ്മാൻ വന്നിട്ട് അല്ലേ, ഒരു സെയിൽസ്മാൻ മാരുതിക്കാർ സെയിൽ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ സുമേഷിനെ കണ്ടിട്ട് പറയണം, സുമേഷ് സാർ നമ്മളെ കമ്പനി മാരുതിൻ്റെ ഷോറൂമിൽ നിന്ന് ഞാൻ വരുന്നത്, ഞാൻ സെയിൽസ്മാനാണ്, നിങ്ങൾ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മാരുതി ഇത്ര മൈലേജ് ഉണ്ട്, അത് ഫുൾ ഓപ്ഷനാണ്, അതൊക്കെ പറയും. BMW കാർ ചെയ്യുന്ന സെയിൽസ്മാൻ വന്നിട്ട് സുമേഷിനോട് മൈലേജ് ഉണ്ടെന്ന് പറയുമോ? അതിന് മൈലേജ് ഉണ്ടോ? പെട്രോൾ അടിച്ചാൽ മുതലാവില്ല അല്ലേ? BMW സെയിൽ ചെയ്യുന്ന സെയിൽസ്മാൻ വന്ന് സുമേഷിനോട് ഒരിക്കലും
അതിന് മൈലേജിനെ കുറിച്ച് പറയുകയില്ല, ഫുൾ ഓപ്ഷനെ കുറിച്ച് പറയുകയില്ല, വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതിനകത്തുള്ള ഓപ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലല്ല ശരിക്കും, നോർമൽ പ്രൈസേ ഉള്ളൂ. പക്ഷേ അവർ കാണുന്ന 10 രൂപയുടെ പേസ്റ്റിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ പേസ്റ്റിന് 67 രൂപയാണ്. 10 രൂപയുടെ പേസ്റ്റ് ഒരു വിരലിൽ അത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നില്ല അവർ. അത് അടുത്ത ആഴ്ച വീണ്ടും വാങ്ങിക്കണം, വേറെ ഒരു മാസം 5 വാങ്ങിക്കണം, എന്നാലേ ആ ഒരു മാസം ആ ഫാമിലിക്ക് അത് ഓടുള്ളൂ. ശരിയല്ലേ? ആ 10 രൂപയുടെ ഇത്രയുള്ള ഒരു വിരലിൻ്റെ അത്ര പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ പേസ്റ്റ് തീരും. ഒരു ഫാമിലി ഹസ്ബൻഡും വൈഫും 2 മക്കളുണ്ടെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് ആ പേസ്റ്റ് തീരും, ഞെക്കി പിഴിയേണ്ടി വരും. എന്നാലും ഒരു മാസം കൊണ്ട് 4 പേസ്റ്റും വാങ്ങിക്കേണ്ടി വരും. ശരിയല്ലേ? ഇത് 67 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ചാൽ ആ ഒരു കുടുംബത്തിൽ, ആ ഫാമിലിക്ക് ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. പല്ല് വേദന, പല്ല് പുളിപ്പ് എല്ലാം മാറുന്നുണ്ടാവും. കുട്ടികൾക്ക് റൂട്ട് കനാലിൻ്റെ ആവശ്യം വരില്ല. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങൾ ഉപയോഗിച്ചാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതിന് വില കൂടുതലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു വിഷയം നമുക്കവിടെ ചർച്ച ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റുന്നല്ലോ. ഇങ്ങനെ നമ്മൾ സംസാരിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഡോക്ടർമാർ സെൻസുറിൻ പറഞ്ഞ് എല്ലാവരും പോയി സെൻസുറിൻ വാങ്ങിക്കുന്നുണ്ടോ? ഇപ്പോൾ പല്ലുവേദനയ്ക്ക് കാണിച്ചാൽ ഡോക്ടർ സെൻസുറിൻ റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോയി സെൻസുറിൻ വാങ്ങിക്കുന്നുണ്ടോ? കയ്യിൽ പൈസ ഇല്ല, അവിടെ സെൻസുറിൻ വാങ്ങിക്കില്ല. കോൾഗേറ്റ് ക്ലോസപ്പ് ഉപയോഗിക്കും, പല്ലുവേദന സഹിക്കും. ശരിയല്ലേ? പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അത് വാങ്ങിക്കാത്തത്, സാമ്പത്തിക ബുദ്ധി കൊണ്ടാണ് സെൻസുറിൻ വാങ്ങിക്കാത്തത് എന്ന് വെച്ചിട്ട് സെൻസുറിനെ കുറ്റം പറയും ആൾക്കാർ. വാങ്ങിക്കാൻ പറ്റില്ല, ഒഴിവാക്കും. തൽക്കാലം വേദന സഹിക്കും, ഗ്രാമ്പുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചവച്ച് കുടിച്ചിട്ട് ആ പല്ലുവേദന സഹിക്കും, അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിക്കും. ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്ന ആൾക്കാർ ചെയ്യും. നമുക്ക് ആവശ്യമില്ല ഇന്നാൾ തന്നെ ബിസിനസ് ജോയിൻ ചെയ്യണമെന്നോ, എൻ്റെ കൂട്ടുകാരൻ രാജേഷ് തന്നെ ഇതിൽ ബിസിനസ് ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇഷ്ടംമാര് കൂട്ടുകാരുണ്ട്, ഇഷ്ടംമാര് ബന്ധക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആവശ്യക്കാരെ വരും, അത് കണ്ടെത്തുന്നവരെ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വില കൂടുതൽ പ്രോബ്ലം സോൾവ് ആയില്ലേ? അല്ലേ? നിങ്ങൾ വില കൂടുതൽ പറഞ്ഞാൽ വിട്ടേക്ക്. കാര്യം പറയാ സുഹൃത്തെ, ആ വില കൂടുതലല്ല, ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയുള്ളതാണ്. നമ്മളിന്ന് സെൻസുറിൻ്റെ പേസ്റ്റിന് വില കൊടുക്കുന്നത് 240 രൂപ 150 രൂപയാണ്. നമ്മുടെ പേസ്റ്റിന് 67 രൂപയുള്ളൂ. നിങ്ങൾക്ക് അതിനെക്കാട്ടും റിസൾട്ടുള്ള പേസ്റ്റാണ്. ഇതിനകത്ത് റീഫണ്ട് പോളിസി ഉണ്ട്. ആ പറഞ്ഞ ക്വാളിറ്റി അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അവസരമുണ്ട്. സെൻസുറിൻ വാങ്ങിച്ചിട്ട് പല്ല് തേച്ചിട്ട് ഈ പല്ലുവേദന മാറിയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനൊരു അവസരം സെൻസുറിൻ കമ്പനി കൊടുത്തിട്ടില്ല. ഉണ്ടോ? ഇനി നിങ്ങളത് ഡോക്ടർക്ക് പോയി പറയാറുണ്ടോ? സെൻസുറിൻ പേസ്റ്റ് ഡോക്ടർ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ട് പല്ലുവേദന നിന്നില്ല, ഡോക്ടറിനെ പറയാറുണ്ടോ? അയാൾ പെയിൻ കില്ലർ തരും. ആരും ഡോക്ടറെ കുറ്റം പറയാറുണ്ടോ? ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എത്ര വർഷം, 10 വർഷമായിട്ട് ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഷുഗർ കുറയാനായിട്ട് ആരും ഡോക്ടർമാർ ചീത്ത പറയുന്നുണ്ടോ? എന്നിട്ടും കഴിച്ചുകൊണ്ടിരിക്കില്ല, ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുക, ഇൻസുലിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിനേക്കാളും ബെറ്റർ നീമിൻ്റെ സപ്ലിമെൻറ്റ് നമ്മുടെ ആവശ്യമുണ്ട്. 360 രൂപ കൊണ്ട് ആ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അതൊക്കെ ബെറ്റർ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. അതിന് ആ കോൺഫിഡൻറ്റ് വരണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, നമ്മൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് വായിക്കാനുള്ള സമയം കണ്ടെത്തണം. ഇതിനൊന്നും സമയമില്ല. അത് ആർക്കോ വേണ്ട സാധനം, എനിക്കത് ആവശ്യമില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സും അതേ മൈൻഡ് സെറ്റിലേ പോകും. നിങ്ങൾ ഇതിൽ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ഏത് സമയത്താണോ നിങ്ങൾക്ക് സമയമുള്ളത്, ഇപ്പോൾ രാത്രി 9 മണിക്കാണ് നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നെങ്കിൽ 10 മണി കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും യൂട്യൂബ് നോക്കാതെ കിടക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കാതെ കിടക്കില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊരു മെസ്സേജ് റിപ്ലൈ കൊടുക്കാതിരിക്കില്ല. അതുപോലെ നിങ്ങൾ അപ്ലൈന് ഒരു മെസ്സേജ് കൊടുക്കാനും ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് നോക്കാനും നിങ്ങൾ തയ്യാറാവണം സുഹൃത്തുക്കൾ. എന്നാലേ ബിസിനസ് മുന്നോട്ട് പോകും. ആ വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ വന്നിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള മീറ്റിംഗ് ആണ്, നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള മീറ്റിംഗ് ആണ്, നിങ്ങൾക്ക് അറിയാനുള്ള മീറ്റിംഗ് ആണ്. അതിനെ വില വെക്കാതെ മൈൻഡ് ചെയ്യാതെ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലെ CP പ്ലേ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ദുബായിലുള്ള ഞാനാണ്. എനിക്കത് വേണമെങ്കിൽ എൻ്റെ ടീമിൽ ആരെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. 4 മണിക്ക് എഴുന്നേക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അത് റെക്കോർഡ് സാധനം പ്ലേ ചെയ്യുന്നത്, ആരെയും കേൾപ്പിക്കാം. പക്ഷേ ഞാൻ എന്തിനാണ് ആ കമ്മിറ്റിയോട് കാണിക്കുന്നത്? എൻ്റെ ലക്ഷ്യമാണ് 100 പേര് പങ്കെടുക്കുന്ന CP നടത്തുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത് CP ക്ലബ്ബാണ് നമ്മളെ. SP ബലൽ സാർ പറഞ്ഞിരിക്കുന്നത് ഓരോ കേരള വിന്നിംഗ് ടീമിൻ്റെ മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ 250 പേരാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിലുള്ള ഓരോ ക്രൗൺ ലീഡേഴ്സും നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ക്രൗൺ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ ആൾക്കാരുടെ താഴെ 40 പേരും 50 പേരും പങ്കെടുക്കുന്ന CP ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ 500 1000 ആൾക്കാർ ഇപ്പോൾ മീറ്റിംഗ് പങ്കെടുക്കുന്ന ലെവലായി. നാളെ വിന്നിംഗ് ടീമിൻ്റെ CP ആണ്. നമ്മുടെ CP യിൽ 57 പേരുണ്ട്. പക്ഷേ നാളത്തെ CP യിൽ നമ്മളെ 23 പേരുണ്ടാവും. ശരിയല്ലേ? നാളെ ഷാജി സാർ കാണില്ല, അവിടെ കയറണ്ട, കുറച്ച് ഉറങ്ങിയേക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ചയെന്ന് അറിയാതെ ഓർമ്മയുണ്ടായിരുന്നില്ല, 4 മണിക്ക് എഴുന്നേറ്റ് പോയി ലിങ്ക് ഓപ്പൺ ആക്കി, ആരും കയറുന്നില്ല. ഞാൻ ലിങ്ക് ഓപ്പൺ ആക്കി മെസ്സേജ് അയച്ചു. ബാക്കിയുള്ള ലീഡർമാർ ലിങ്ക് ഓപ്പൺ ആക്കി മെസ്സേജ് അയക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ആരും വരുന്നില്ല. പിന്നെ എനിക്ക് ഓർമ്മ, അയ്യോ ബുധനാഴ്ചയല്ലേ, വിന്നിംഗ് ടീം ചാനല്ലേ. അപ്പോൾ തന്നെ ഞാൻ ലിങ്ക് ക്ലോസ് ചെയ്തിട്ട് വിന്നിംഗ് ടീമിൽ കയറി നോക്കി. എണ്ണി നോക്കുമ്പം 22 പേര് നമ്മുടെ ടീമിൽ. ടോപ്പ് ലീഡേഴ്സിൽ മെയിൻ ആയുള്ള ആരുമില്ല.
പാവം അറിയാതെ പുതിയ ആൾക്കാർ ലിങ്ക് അടിച്ച് കയറിയ ആൾക്കാർ 22 പേരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ടോപ്പ് ലീഡേഴ്സിൽ വിനോദ് സാറും ഡോക്ടർ സോഫിയ മാഡം 1-2 ലീഡേഴ്സ് ഉണ്ട്. ബാക്കിയെല്ലാം പാവം അറിയാതെ പുതുതായി ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാർ മാത്രം. കാരണം ഷാജി സാറ് കാണൂല, അയാളെ പറ്റിക്കാൻ എളുപ്പമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടോ? എങ്ങനെ 10 ലക്ഷം രൂപ വരുമാനം വരും? നാളെ വിമൽ സാറിൻ്റെ സെഷനാണ് അല്ലേ, അത് ലൈവ് സെഷനാണ്. ഞാനിവിടെ രാവിലെ പ്ലേ ചെയ്യുന്നത് റെക്കോർഡ് സെഷനാണ്. നാളെ ലൈവ് സെഷനാണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടൂലേ? അത് പഠിച്ചാലല്ലേ നമുക്ക് താഴേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് വെറുതെ ഷാജി സാറിന് ബുദ്ധിമുട്ടിനോട് പേര് കണ്ട നീതു ലുജോയ് അല്ലെങ്കിൽ സുമേഷിൻ്റെ പേര് കണ്ടോ, അയാൾ എന്തായാലും അടുക്കള ദോശ നല്ല ഭംഗിയായി ചൂടാം, പരിപാടി നടക്കട്ടെ. ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ വരുമാനം വരൂല സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നത് സത്യമല്ലേ, ശരിയല്ലേ? നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സാണ് അല്ലേ? നിങ്ങൾ സ്വന്തം കടയിലാണ് അങ്ങനെ ചെയ്യുമോ? സ്വന്തം സ്ഥാപനത്തിൽ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമോ? അല്ല, വെറുതെ ഷട്ടർ ഓണാക്കി ബിജിമോളുടെ ഷോപ്പ് ഷട്ടർ ഓണാക്കി ബിജിമോൾ വീട്ടിൽ പോയി അരിയും ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കുക. കടയുടെ കിടക്കും, ആൾക്കാർ സാധനം എടുത്ത് പൈസ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ചിന്തിക്കുമോ ബിജിമോൾ? ആരും ചിന്തിക്കൂല. കാരണം സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം അവിടെ കിടക്കുക, അത് തുറന്നിട്ട് ആരും കള്ളന്മാർ എടുത്തുകൊണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പോൾ രാവിലെ 4 മണിക്ക് എന്നിട്ട് ചോറും കറി ഉണ്ടാക്കി മക്കൾക്കുള്ളത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം അടച്ചു വെച്ചിട്ട് ചിലപ്പോൾ കടയിൽ പോകുന്നുണ്ടാവും. ലേഡീസ് ആകുമ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ല. അവരെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് അടിച്ചു വരുന്ന കാര്യം തുണി അലക്കേണ്ട കാര്യം എല്ലാം ചെയ്ത് രാവിലെ തീർത്ത് 8 മണിക്ക് കട ഓപ്പൺ ആക്കി 8 മണിക്ക് കടയിൽ എത്തുകയും ചെയ്യും. വൈകുന്നേരം ചിലപ്പോൾ 9 മണി വരെ കട ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യും. അതിനുശേഷം ഈ 15 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി അവർക്ക് ആ ഷോപ്പിനോടുള്ളുണ്ട്. പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ 25,000 കൊടുത്തിട്ടാണ് ഈ ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാ അപ്ലൈനും അവർ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം 25,000 തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ നിങ്ങളോട് 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ ആ ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ വരുമാനത്തിൽ എത്താൻ പറ്റാത്ത സുഹൃത്തുക്കളെ. നമ്മൾ ആദ്യം നിങ്ങളിതിന് വാല്യൂ കൊടുക്കും സുഹൃത്തുക്കളെ. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്. എത്ര സമയം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? സമയമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. 24 മണിക്കൂർ എനിക്കും സുകുമാരൻ ചേട്ടനും തന്നിട്ടുള്ളൂ അല്ലേ? എനിക്ക് 28 മണിക്കൂർ, സുകുമാരൻ ചേട്ടന് 10 മണിക്കൂറാണ് കൊടുത്തത്. ഒരേപോലെയുള്ള മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരേ സമയത്താണ് നമ്മൾ എല്ലാവരും എഴുന്നേക്കുന്നത്. ആ ഒരു ചിന്തയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ആ കാര്യം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കിട്ടിയ ബിസിനസ്സും കിട്ടിയ കമ്പനിയും കിട്ടിയ പ്രൊഡക്റ്റും സിസ്റ്റം എല്ലാം ഒരേപോലെയാണ്. ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്കാണ് വരുമാനം. ഷാജി സാറിന് മാത്രമല്ല. 6 വ്യക്തികളെ സുമേഷ് സാർ കൊണ്ടുവരുവാണെങ്കിൽ ആ 6 വ്യക്തികൾ സീരിയസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ആ 6 വ്യക്തികൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ ആ ടീമിലുണ്ടെങ്കിൽ അവരെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എന്നേക്കാളും വരുമാനം സുമേഷിന് വാങ്ങിക്കാം, സുകുമാരൻ ചേട്ടന് വാങ്ങിക്കാം. കമ്പനി അങ്ങനെയാണ് പണിയെടുക്കുന്നവർക്കാണ് വരുമാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ കാണേണ്ടത് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ട് സമയമില്ല, തിരക്കാണ്, ബിസിയാണ്, ബുദ്ധിമുട്ടാണ്, പൈസക്ക് ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ഇത്രയും തിരക്കിൽ പണിയെടുത്തിട്ട് പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുന്നില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ ദൈവമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവസരം നമ്മളെ കയ്യിൽ തന്ന സമയത്ത് അതിലേക്ക് കുറച്ച് സമയം കണ്ടെത്താൻ നമ്മൾ കാണുന്നില്ല. സമയം കണ്ടെത്താൻ നമുക്ക് സമയം ഇല്ല എന്നാണ് പറയുന്നത്. നെഗറ്റീവ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ആൾക്കാർ റിജക്ഷൻ, ആൾക്കാർ സൂമിലേക്ക് കയറുന്നില്ല, ലിങ്ക് ഷെയർ ചെയ്തപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, മെസ്സേജ് കാണുന്നില്ല, മീറ്റിംഗ് കയറിയ ആൾക്കാർ ഐഡിയ എടുക്കുന്നു, അവർ പിന്നെ കാണുന്നില്ല. ഈ ഒരു ചിന്താഗതി നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആദ്യം അല്ലേ? സുഷിത എത്ര പ്രാവശ്യം ബീനെ അയച്ചപ്പോഴാണ് സുഷിത കയറിയത്? 3 പ്രാവശ്യം റിജക്ഷൻ ചെയ്ത് എന്തോ ഒരു ഭാഗ്യത്തിന് 1 പ്രാവശ്യം കയറിയതാണ്. എന്നുവെച്ചപ്പോൾ സുഷിത കേരളത്തിൽ അറിയപ്പെടുന്ന ലീഡറായി മാറിയില്ലേ? അന്ന് ആ റിജക്ഷൻ ചെയ്ത് പോയ സുഷിത മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ ഇന്ന് സുഷിതയെ നമുക്ക് അറിയോ? അല്ലെങ്കിൽ ഞാൻ 2 മണിക്ക് കഷ്ടപ്പെട്ടു പോയി പ്ലാൻ എടുക്കാൻ വേണ്ടി. ഞാൻ ഒറ്റ കിടക്കേണ്ടത്. അന്ന് ആ കഷ്ടപ്പെട്ട് ആ സുഷിതനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് 2 മണിക്ക് ഞാൻ സേഫായി, പ്ലാൻ എടുക്കുന്ന ആളായി. 7 മണിക്ക് ശാമന ടീച്ചറിന് ഞാൻ സേഫായി. നീതു രുചി 5 മണിക്കൂറുകൊണ്ട് ഞാൻ സേഫായി. അങ്ങനെ 5-6 പേരെ കിട്ടിയോണ്ട് രക്ഷപ്പെട്ടില്ലേ? അന്ന് നീതു ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഒറ്റ വാക്യം പറ്റുള്ളൂ, നീതു നിങ്ങൾ അടിപൊളി ലീഡറാവും, നല്ല അടിപൊളി വോയിസ് ആണ്, നല്ല ലീഡർഷിപ്പിന് കപ്പാസിറ്റി ഉണ്ട്. അന്ന് എന്നോട് പറഞ്ഞു, സാറേ ഈ സോപ്പ് കൂടെ വേവില്ല സാറേ, എന്നാൽ അങ്ങനെ സോപ്പ് ഇട്ടാലും ഞാൻ ബിസിനസ് ചെയ്യില്ല എന്ന് നീതു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് നീതു എത്ര പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്? ശരിയല്ലേ? ഇങ്ങനെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. പക്ഷേ ഇത് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണം, സമയം കണ്ടെത്തണം. ഇതിൽ പല ആൾക്കാർ മൈൻഡ് ചിന്തിക്കുന്നുണ്ടോ? എക്സ്ക്യൂസസ് പറയുന്ന പല ആൾക്കാർ ചിന്തിക്കും, എന്നെ ഉദ്ദേശിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ആരും ഉദ്ദേശിച്ചില്ല, എല്ലാവരും ഉദ്ദേശിച്ചതാണ്. നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ ജോലിയാണ് വെസ്റ്റീജ് ബിസിനസ്. നിങ്ങൾ ഇതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ ഉണ്ടാക്കി ഒരു 10 മണിക്ക് മുന്നേ ഫ്രീ ആയിക്കൂടെ? ചെയ്തൂടെ?
നിങ്ങളിപ്പം ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് കറങ്ങി കഴിഞ്ഞ് അവിടെ മൊബൈലൊക്കെ നോക്കി അപ്പുറത്തെ ഇപ്പം വർത്തമാനം പറഞ്ഞ് മെസ്സേജൊക്കെ നോക്കി പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ 1 മണി കറക്റ്റായി. ചിലപ്പോൾ അതിനിടയ്ക്ക് അലക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടോ, അതും കഴിഞ്ഞു. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കുറച്ചാൾക്ക് 2 ആൾക്ക് 3 ആൾക്ക് ലിങ്ക് അയക്കുന്നു. ആ ലിങ്ക് ചിലപ്പോൾ ഒന്നിക്ക് മൊബൈൽ സ്പാം അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ മെസ്സേജ് നോക്കുന്നുണ്ടാവില്ല. 10 പേർക്ക് അയച്ചു, സംഭവം തീർന്നു. ഈ 10 പേർക്ക് അയക്കുന്ന അതേപോലെ ഫിസിക്കലായിട്ട് നിങ്ങൾ തൊട്ട് അടുത്തുള്ള നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ വിട്ടേക്ക് അവരാ കുറച്ച് കാര്യം പോയി പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനെ സീരിയസ് ആയി ബിസിനസ് അവർ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുമാനം കിട്ടും നോക്കിയിട്ട്. ഇന്നലെ ഭീമ മാഡത്തിൻ്റെ ഒരു സിസ്റ്റർ ഒരു സർജറി ആയിരുന്നു. ഭീമ മാഡം ജോയിൻ ചെയ്ത സമയത്ത് അവർ ഒരു കസിൻ ജോയിൻ ചെയ്തിരുന്നു, സമീഹ എന്ന പേര്. സമീഹ അല്ല, സുനീത. സുരേഷിനൊക്കെ അറിയായിരിക്കും, സുനീത എന്ന പേര്. അന്ന് ജോയിൻ ചെയ്ത സമയത്ത് 100 രൂപയുടെ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്ത് പോയതാണ്. ഇന്നലെ ഭീമ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവർക്ക് റിലേഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വന്ന സമയത്തുണ്ട് ഭീമ നേരെ നമ്മുടെ വെസ്റ്റിൻ്റെ അപ്ലിക്കേഷനിൽ സാലറിയും കാണിച്ചു കൊടുത്തു. 3-5 മാസം വാങ്ങിച്ച 35,000 30,000 ഇൻകം കാണിച്ചു കൊടുത്തപ്പോൾ അവരെ കണ്ണങ്ങ് തള്ളിപ്പോയി. അവിടെ വെച്ച് എനിക്കൊരു വോയിസ് മെസ്സേജ്, സാറേ ഞാൻ സുനീതിയാണ്, ഓർമ്മയുണ്ടോ സാറിന് വെച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ നന്നായിട്ട് അറിയാം, മെസ്സേജ് നോക്കിയാൽ എത്ര മെസ്സേജ് ഷാജി സാർ അയച്ചിട്ട് നോക്കിയാൽ എത്ര ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, സുഖമാണോ അതിനൊന്നും നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ലല്ലോ. എന്നിട്ടും ഞാൻ മെസ്സേജ് അയച്ചില്ലേ, നിങ്ങൾ കണ്ടോ? ഭീമയുടെ അപ്ലിക്കേഷൻ ഇൻകം നോക്കിയേ, ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സാറെന്ന് പറയാം. അവർ ഇത്രയും കാലം ഭീമക്കൊന്നും കിട്ടുന്നില്ല നിൽക്കുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ ഇത്രയും മാസത്തെ വരുമാനം കാണിച്ചപ്പോൾ കണ്ണ് തള്ളിപ്പോയി. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ റിജക്ഷൻ ചെയ്ത ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ നിങ്ങളതിൽ എന്തെങ്കിലും വേണ്ടേ അല്ലേ? അന്ന് ജോയിൻ ചെയ്ത സമയത്ത് ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്ത് പിപ്പിനെ കോൾഗേറ്റും ക്ലോസപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുമോ, കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ അവരെ മുമ്പിൽ തോറ്റില്ലേ? വാശി വേണം. നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങളെ നിഷ്കളങ്കരാക്കി നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരുടെ മുന്നിൽ വിജയിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കും. അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കണം സുഹൃത്തുക്കൾ, എന്നാലേ വിജയിക്കാൻ പറ്റും. ഞാൻ ഏകദേശം കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, അതും കൂടെ നമുക്ക് പറയാം. ഏകദേശം കവറായിട്ടുണ്ടോ? ഇത് കോമൺ ആയിട്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലേ, കണ്ടിന്യൂ നമ്മൾ ചെയ്യുന്നില്ല അല്ല. എല്ലാത്തിനും കൂടെ ഒരു പ്രശ്നം, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല, നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. അറിവുണ്ടാക്കാൻ, പറയാൻ, എക്സൈറ്റ്മെന്റ് വരാൻ, എനർജി വരാൻ നമ്മളതിന് ശ്രമിക്കാത്തതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ആരെങ്കിലും വരുന്നോ? ലക്ഷറി ക്രൂസ് ട്രിപ്പിൽ വരുന്നോ? കപ്പലിൽ സുരേഷ് വരുന്നോ? സുരേഷ് സാറും ഞാൻ മാത്രമേ അതിൽ ഇപ്പോൾ പോകാൻ റെഡി ആയിട്ടുള്ളൂ. സുരേഷ് വരുന്നുണ്ടോ ഞാൻ പോവും, ഇല്ല നമുക്ക് ടീമായിട്ട് ഒരുമിച്ച് പോവാം. നമ്മുടെ ടീമിൽ സുരേഷ് സാറും ഞാൻ മാത്രമേ ഇതിൽ കാർ ഫണ്ട് അച്ചീവർ ആയിട്ടുള്ളൂ. ട്രാവൽ ഫണ്ട് അച്ചീവർ കുറേ ആൾക്കാരുണ്ട്. സുഷിതയുണ്ട്, വിനോദുണ്ട്, ഡോക്ടർ സോഫിയ മേഡം ഉണ്ട്, ഭീമയുണ്ട്, ഷംന ടീച്ചറുണ്ട്. ഒരുപാട് ആൾക്കാർ ട്രാവൽ ഫണ്ട് അച്ചീവറാണ്. പക്ഷെ അവരെ ഫണ്ട് ആയിട്ടില്ല. അവർ ലേറ്റസ്റ്റ് ആയിട്ട് ആയ ആൾക്കാരാണ്. ചെറിയ ചെറിയ ഫണ്ടാണ് വരുന്നുള്ളൂ. പക്ഷേ അത് വരും, കുറേ വന്നുകൊണ്ടിരിക്കും. അതുപോലെ കാറിൻ്റെ ഫണ്ട് EMI വന്നുകൊണ്ടിരിക്കുക. ബിജിമോളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു മാസം 10,000 രൂപ കാറിൻ്റെ ഫണ്ടും 10,000 രൂപ ട്രാവൽ ഫണ്ടും 10,000 രൂപ ഹൗസ് ഫണ്ടും, ചെറിയ എമൗണ്ടാണ്. 30,000 രൂപ ഒരു മാസം കിട്ടുവാണ്. ഇതൊരു 10 മാസം കിട്ടുമ്പോൾ എത്ര പൈസയും എന്ന് ആലോചിക്കട്ടെ. ഒരു 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് സാധാരണ ഒരു ഫാമിലിക്ക്. കിട്ടുന്ന ശമ്പളം ചിലവായി പോകും. 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റാറുണ്ടോ ആയിരിക്കും? കാറിൻ്റെ ഫണ്ടും ട്രാവൽ ഫണ്ടും 80,000 1 ലക്ഷം രൂപ മാസം കിട്ടുകയാണ് ഓരോ ആൾക്കാർക്ക്. ഇതിലൂടെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ വർക്ക് ചെയ്തതിന്. എലൈറ്റ് ക്ലബ്ബ് ബോണസ് പറഞ്ഞാൽ 20 ലക്ഷം വരെ വാങ്ങിക്കാൻ പറ്റും. 20 ലക്ഷം വെറും 6 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്താൽ മതി. അതിൽ 3 ഓർഗനൈസേഷനിൽ 6,000 PV കൊണ്ടുവരാം. അതിന് വളർത്തി കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് 20 ലക്ഷം വരെ വാങ്ങിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് പോകാൻ സാധിക്കും. നല്ലൊരു ബിസിനസ് വോളി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ കണ്ടിന്യൂ ആക്ഷൻ ചെയ്യണം. എനിക്കൊന്നും ഇന്ന് ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്നില്ല. ആദ്യമായിട്ട് വന്ന ആൾക്കാർക്ക് അവർക്ക് നല്ല മനസ്സിലായെന്ന് എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഇതിനൊരു സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 100% നിങ്ങളിലേക്ക് ആ വരുമാനം എത്തിച്ചാൽ എനിക്ക് സാധിക്കും. വളരെ എളുപ്പമാണ്. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് 25,000 30,000 വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. പക്ഷെ ആ പഠിക്കലെത്തുമ്പം അവിടെ കല ഉടച്ചിട്ട് പോകുന്ന ആൾക്കാരെ കൂടുതലും. ഞാൻ ഒരുപാട് ആൾക്കാർ എത്തിക്കാൻ ശ്രമിച്ച സമയത്തൊക്കെ അവർക്ക് കളഞ്ഞു പോയിട്ട്. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ള ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പറ്റും. അത്രയ്ക്ക് 100% കോൺഫിഡൻറ്റ് പറയുകയാണ്. ഒരു 20 പേർക്കെങ്കിലും 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചാൽ എനിക്ക് സാധിക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ. ഞാൻ ഇതിൽ കുറേ ആൾക്കാരെ
സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എനിക്കിപ്പോൾ ടോപ്പ് ലീഡർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇപ്പോൾ ഏകദേശം 5 ഗ്രൂപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആൾക്കാരുണ്ടാവും, രണ്ടാമത്തെ ഗ്രൂപ്പിൽ വേറെ ആൾക്കാരാണ്, മൂന്നാമത്തെ ഗ്രൂപ്പിൽ വേറെ ആൾക്കാരാണ്, നാലാമത്തെ ഗ്രൂപ്പിൽ വേറെ, അഞ്ചാമത്തെ ഗ്രൂപ്പിൽ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്തിരിക്കാം. അവരൊക്കെ ആ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കാം. പക്ഷെ സെലക്ട് ചെയ്തിട്ടും എനിക്കിപ്പോഴും കുറേ ആൾക്കാർ കാണുന്നില്ല. അവർ മീറ്റിങ്ങിലേ കാണാത്തതുകൊണ്ട് ഞാൻ ആലോചിച്ചു. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ കളറിൽ ഹൈലൈറ്റ് ചെയ്യും. CP അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യും. വൈകുന്നേരത്തെ മീറ്റിംഗ് അറ്റൻഡ്, അത് ഞാൻ നേരത്തെ ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കണേ. 97 പേരുണ്ടായിരുന്നു. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സമയം കിട്ടിയിരുന്നു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ട്, ഇതിലൂടെ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് മിസ്സാക്കാതെ നോക്കും. എനിക്ക് ഇന്ന് മീറ്റിംഗുള്ള ദിവസമാണ് 9 മണിക്ക്. ആ 9 മണിക്ക് ഞാനവിടെ എത്തണം എന്നുള്ളൊറ്റ ചിന്തയിൽ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക. വഴിയിലാണെങ്കിൽ കേൾക്കാൻ സാധിക്കും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളിവിടെ ഉണ്ടെന്ന് നമുക്കും തോന്നണം സുഹൃത്തുക്കൾ. ഈ പേര് മാത്രം കണ്ടുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. പേരുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ലീഡർമാർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? കോൺഫിഡൻറ്റ് വരണ്ടേ, എനർജി വരണ്ടേ, എക്സൈറ്റ്മെൻറ്റ് വരണ്ടേ? അത് വരണമെങ്കിൽ നമ്മൾ ഇതിലുണ്ടായിരിക്കണം, ബിസിനസ്സിലുണ്ടായിരിക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കിയിരിക്കണം. ഇത്രയും ഭംഗിയുള്ള, ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. ഒരാൾക്ക് പോലും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കൊരു വിഷമം പോലും ഒരാളും ഒരു കുറ്റം പറയില്ല. അത്രയ്ക്കും ഭംഗിയുള്ള പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് എത്ര സന്തോഷമെന്നറിയാം. കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമുണ്ടോ? പല ആൾക്കാർ കൊടുത്ത് അന്ന് തന്നെ വിളിച്ചു, സാർ അവർ ഇന്നലെ കഴിച്ചു, റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞേ. ഇത് മെഡിസിൻ അല്ല സുഹൃത്തുക്കളെ, സപ്ലിമെൻ്റ് ആണ്. റിസൾട്ട് വരാൻ സമയമെടുക്കും. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു രോഗീനെ പോയി നിങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കില്ല. ഇത് രോഗികൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻ്റ് അല്ല. ഇത് ആരോഗ്യമുള്ള വ്യക്തി കൊടുക്കുന്ന സപ്ലിമെൻ്റ് ആണ്. അവർ ആരോഗ്യം നിലനിർത്താനുള്ളതാണ്. രോഗികൾക്കും അതിൽ രക്ഷപ്പെടാൻ സാധിക്കും, കുറച്ച് സമയമെടുക്കും. അത് നിങ്ങളിൽ അത് മനസ്സിലാക്കിയെടുക്കണം. നമ്മളിൽ അത് മനസ്സിലാക്കിയാൽ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരും ആ ലെവലിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മളിതിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഒരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒരു 100 PV, ഒരു 3000 രൂപയുടെ ഉത്തരവാദിത്വം, ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറായി മാറാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കുക. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും. ഇപ്പോൾ റിയക്ക് ഭയങ്കര പൈസക്ക് ബുദ്ധിമുട്ടാണ്. റിയയുടെ ഒന്നിച്ച് പഠിച്ച ഒരു നല്ല ചങ്ക് ഫ്രണ്ട്സ് ഒരു കല്യാണം ക്ഷണിക്കാൻ വരുവാണെങ്കിൽ റിയ പറയോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അരി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല, അവിടെ ഞാൻ കല്യാണത്തിന് വരില്ല, അല്ലെങ്കിൽ വണ്ടിക്കൂലിയില്ലാന്ന് പറയോ റിയ ആരുടെങ്കിലും കടം വാങ്ങിച്ച് കല്യാണത്തിന് പോകില്ല. എന്തെങ്കിലും 500 രൂപയുടെ ഗിഫ്റ്റും വാങ്ങിച്ചു കൊടുക്കൂലേ? ഇല്ലേ? നമുക്ക് അവിടെ കടം പറയാൻ പറ്റുമോ? നമുക്ക് കല്യാണം ആ ഒരു ദിവസമുണ്ട്, വേറെ ദിവസം മാറ്റി വെക്കാൻ പറ്റുമോ? റിയയുടെ പൈസ ബുദ്ധിമുട്ട് തീർന്നിട്ട് കല്യാണം മാറ്റി വെക്കാൻ പറ്റും? ഒന്നുമില്ല. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും, എന്നിട്ട് ആ കല്യാണത്തിന് പോവും, വരും. അത് സ്വാഭാവികമാണ്. അതുപോലെ ഒരു പ്രയോറിറ്റിയിൽ കൊടുത്തുകൂടെ? അല്ലേ? ഇപ്പം മുന്താസ് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽസ് കട തുടങ്ങാൻ ആഗ്രഹിക്കുക. 5 ലക്ഷം രൂപ എക്സ്പെൻസാണ്. 5 ലക്ഷം രൂപ കയ്യിലില്ല, കുറച്ച് 3 ലക്ഷമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും 2 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കൂലേ? അറേഞ്ച് ചെയ്യില്ലേ? ഒരു 100 PVയുടെ സാധനം വാങ്ങിക്കാൻ, നമ്മളെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ ആ ഒരു കൺസിസ്റ്റൻസി ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇനി അഥവാ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ, അത്രയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ പൈസ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു 30 ദിവസം കൊണ്ട് അത് ആരൊക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചൂടെ? നിങ്ങൾക്ക് ബന്ധക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, ചങ്കാണെന്ന് പറയുന്നെങ്കിൽ പോലും ഒരു പേസ്റ്റ് 67 രൂപയുടെ പേസ്റ്റ് വാങ്ങിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടാവില്ല നമുക്ക്. സുഷിത ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾ ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ നിങ്ങൾ റെഡിയാണ്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അവർ ഏതോ വയനാട്ടിലുള്ള ഏതോ ഫ്രണ്ടല്ല, സോഷ്യൽ മീഡിയ ഫ്രണ്ടോ, ഡ്രസ്സ് വാങ്ങിക്കുന്ന ഫ്രണ്ടോ, ആരോ ഒരാൾ ഒരു പേസ്റ്റും ഒരു ഹെയർ ഓയിലും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്തത് ഇന്ന് സിൽവർ ഡയറക്ടറാണ്, കേരളം മൊത്തം അറിയപ്പെടുന്ന ലീഡറായി മാറിയത്. അന്ന് പൈസ ഉണ്ടായിരുന്നില്ല സാധനം വാങ്ങിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെടുക്കുന്ന തീരുമാനം, നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കാൻ തയ്യാറോ എങ്കിലും എന്തെങ്കിലും ചെറിയൊരു പൈസ കണ്ടെത്തി നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാനുള്ള കുറച്ച് സാധനം വാങ്ങിച്ച് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് ആ ഒരു മാസം കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്തുകൊണ്ട് പിറ്റത്തെ മാസം അതേപോലെ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഫ്രീ പ്രൊഡക്റ്റ് കുറേ വരുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം ചിലവാക്കിയ ആ ഒരു 3000 രൂപ എത്ര അത് നിങ്ങൾ തിരിച്ച് വരുന്നുണ്ടാവും സുഹൃത്തുക്കളെ. ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റോട് കാണും. ചില ആൾക്കാർ 100 PVയുടെ 4 മാസം ചെയ്യും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി 4 മാസം ചെയ്യും, 5-ാമത്തെ മാസം പരിപാടി സ്റ്റോപ്പായി. കാരണം ആ മാസം ഫ്രീ പ്രൊഡക്റ്റാണ്, ഇനി ഒന്നും ചെയ്യേണ്ട. പിന്നെ ആ വ്യക്തി ബിസിനസ്സിലും കാണില്ല, ഫ്രീ പ്രൊഡക്റ്റും കിട്ടി, കുശാലായി. അത്രയേ ഉള്ളൂ. 2515 ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്ത ആൾക്കാരാണ്. കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ ആരായിക്കോട്ടെ, 4 മാസം കഴിഞ്ഞാൽ അത് 5-ാമത്തെ മാസം തുടരാൻ വേണ്ടി ശ്രമിക്കണം. ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഏതെങ്കിലും കസ്റ്റമറിൻ്റെ അവർക്ക് കൊടുക്കുക, പൈസ വാങ്ങിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ആ ബിസിനസ് മൈൻഡോട് കണ്ടാൽ മാത്രമേ അത് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ
അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നീട് എപ്പോഴെങ്കിലും. തൽക്കാലം ഞാൻ എൻ്റെ സെഷൻ ടൈം അധികമായി, 10 മിനിറ്റ് അധികം എടുത്തു പോയി, സോറി. ബാക്ക് ടു വിനോദ് സാറുണ്ടോ? വിനോദ് സാറിന് നെറ്റ് തീർന്ന് പറഞ്ഞായിരുന്നു, ഉണ്ടോ? വിനോദ് സാറിനെ കാണുന്നുണ്ടോ? ഓക്കെ, സുഷിത. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ. എല്ലാവർക്കും ഡൗട്ട്സ് ചോദിച്ച എല്ലാവർക്കും തന്നെ അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത്രയും ഡീപ്പ് ആയിട്ടാണ് സാറ് ഈ ഒരു സെഷൻ ചെയ്തത്. എല്ലാവരും ഇതിനനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാത്തിന്റെയും ഉപരി പ്രയോറിറ്റി, അതാണ് എല്ലാത്തിനും ഉപരി വേണ്ടത്. ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രൊമോട്ട് ചെയ്യുന്ന ലിങ്കുകളിലേക്ക് കയറി വന്ന് ഒരു അറിവ് നേടിയെടുക്കുക. ഇപ്പൊ ഇത് തന്നെ പറഞ്ഞത് കേൾക്കാനായിട്ട് ഒരു ക്ഷമയില്ലാതെ സാറിന്റെ സെഷൻ കഴിയുമ്പോഴേ ലെഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അത്രയും പോലും ക്ഷമയില്ല. ആ ഒരു ക്ഷമ, ഈ ഒരു മീറ്റിംഗ് ലിങ്ക് ക്ലോസ് ചെയ്യുന്ന വരെയെങ്കിലും ഇരിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കാൻ സാധിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈൻഡ് ആയിട്ട് സംസാരിച്ച് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയാണ്. പ്രത്യേകിച്ച് ഷാജി സാറിന് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തികൾക്ക് വരെ ഈ ഒരു ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള മെത്തേഡ് സാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈനായിട്ട് സംസാരിച്ച് ഒരു നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ.